ആയിരിക്കുന്ന എല്ലാ പാസ്റ്റേഴ്സിനും വാത്സല്യ സഹോദരി സഹോദരന്മാർക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ വീണ്ടും എന്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. പ്രിയമുള്ളവർ എല്ലാവരെയും കർത്താവ് സഹായിക്കുമാറാകട്ടെ. നമ്മൾ ധ്യാനിച്ചുകൊണ്ടിരിക്കുകയും പഠിക്കുകയും ചെയ്യുന്ന ഭാഗത്തേക്ക് നമുക്ക് വീണ്ടും വന്നുചേരാം. കർത്താവിന് സ്തോത്രം. ഒരു ഉച്ചയായ സമയമാണ് നമ്മൾ ഈ പഠനത്തിനായി ഉപയോഗിക്കുന്നതെങ്കിലും ഇത്രയും പേർക്കെങ്കിലും വന്ന് കേൾക്കുവാൻ തക്കണം. കർത്താവ് നിങ്ങളെ സഹായിച്ചു ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്നലെ നമ്മൾ പറഞ്ഞ് നിർത്തിയത് അപ്പോസ്തലനായ പൗലോസ് കോരിന്തിലായിരിക്കുമ്പോൾ ദൈവം തനിക്ക് കൊടുത്ത ഒരു ദർശനത്തെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞ് നിർത്തിയത്. കോരിന്തിൽ 1.5 വർഷത്തോളം താമസിച്ച കർത്താവിന്റെ വേല ചെയ്യുവാൻ ദൈവത്തിന്റെ ദാസനിടയായി. അവിടേക്ക് പ്രവേശിക്കുമ്പോൾ ആര് സഹായിക്കും, ആരായിരിക്കും തനിക്ക് ഭക്ഷണം ഒരുക്കി തരുന്നത്, തനിക്ക് വീട് പാർപ്പിടം ആരൊരുക്കും എന്നൊന്നും ചിന്തിക്കാതെ ദൈവത്തിന്റെ കണ്ണിലേക്ക് മാത്രം നോക്കിക്കൊണ്ട് കോരിന്തിലേക്ക് പൗലോസ് വന്നു ചേർന്നു. എന്നാൽ 1.5 വർഷം അവിടെ താമസിപ്പാൻ തക്കോണം ദൈവം തന്നെ ഒരുക്കി. അതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പിന്നീടാണ് കോരിന്ത്യയിലെ ലേഖനങ്ങളൊക്കെ എഴുതുമ്പോൾ അനേക കാര്യങ്ങൾ അവരെ കുറിച്ച് സുസ്പർഹമായ നിലയിൽ പൗലോസ് എടുത്ത് എഴുതുന്നത് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അവിടെ വെച്ച് പൗലോസ് ഉണ്ടായ ദർശനമാണ് നമ്മൾ ഇന്നലെ ചിന്തിച്ചു നിർത്തിയത്. ദൈവം അവനോട് പറഞ്ഞു, നീ ഭയപ്പെടരുത്, നീ പ്രസംഗിക്കുക, മിണ്ടാതിരിക്കരുത്, ഞാൻ നിന്നോട് കൂടെ ഉണ്ട്, ആരും നിന്നെ കയ്യേറ്റം ചെയ്ത് ദോഷപ്പെടുത്തുകയില്ല, ആരും നിന്നെ കയ്യേറ്റം ചെയ്ത് ദോഷപ്പെടുത്തുകയില്ല. ഞാനത് വായിച്ചപ്പോൾ കയ്യേറ്റം ചെയ്ത് ദോഷപ്പെടുത്തുകയില്ല എന്നാണ് ദൈവം പറഞ്ഞത്. എന്നാൽ പിന്നീടുള്ള സമയങ്ങളിലൊക്കെ പൗലോസിന് ഉപദ്രവം ഏറ്റിട്ടുണ്ട്. പക്ഷേ അവിടെ ഒക്കെ ദൈവത്തിന്റെ കൃപ കൂടെ ഇരുന്ന് സഹായിച്ചതിനായി ദൈവത്തെ സ്തുതിക്കുന്നു. അനന്തരം പറഞ്ഞ ഇങ്ങനെയാണ്, ഈ പട്ടണത്തിൽ എനിക്കൊരു വലിയ വേലയുണ്ട്. സ്തോത്രം. ഈ പട്ടണത്തിൽ എനിക്കൊരു വലിയ വേലയുണ്ട്, എനിക്കിവിടെ ആത്മാക്കളുണ്ട്. ഇതെല്ലാം തന്നോട് ദൈവം അരുളി ചെയ്യുവാനിടയായി. കർത്താവിന് സ്തോത്രം. ഇത് ഇടയ്ക്ക് വരുന്ന ഒരു പ്രത്യേക പോർഷനാണ്. എന്നാൽ അതിൻ്റെ പുറകിലത്തെ 7-ാമത്തെ വാക്യം മുതൽ നമ്മൾ വായിക്കുമ്പോൾ പൗലോസ് താമസിച്ചു കൊണ്ടിരുന്നത് എവിടെയാണെന്ന് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അവൻ അവിടം വിട്ട് തീത്തോസ് യുസ്തോസ് എന്ന ഒരു ദൈവഭക്തന്റെ വീട്ടിൽ ചെന്ന് അവന്റെ വീട് പള്ളിയോട് തൊട്ടിരുന്നു. അവിടാണ് പൗലോസ് താമസിച്ചു കൊണ്ടിരുന്നത്. തീത്തോസ് യുസ്തോസ് എന്ന പേരുള്ള ഒരു മനുഷ്യന്റെ വീട്ടിൽ, പള്ളിയോട് ഏറ്റവും അടുത്തൊരു വീട്ടിലാണ്. പിന്നെ എഴുതുമ്പോൾ പള്ളിപ്രമാണിയായ ക്രിസ്പോസ് തന്റെ സകല കുടുംബത്തോടും കൂടെ കർത്താവിൽ വിശ്വസിച്ചു. കോരിന്തിൽ അനേകർ വചനം കേട്ട് വിശ്വസിച്ചു, സ്നാനമേറ്റു എന്ന് നമ്മൾ വായിക്കുന്നു. അങ്ങനെ കോരിന്തിൽ താമസിച്ചു കൊണ്ടിരിക്കുമ്പോൾ പള്ളിപ്രമാണി കർത്താവിൽ വിശ്വസിപ്പാറായി. പള്ളിപ്രമാണി എന്ന് പറഞ്ഞാൽ അവിടുത്തെ സിനഗോഗിന്റെ ഒരു അധിപനാണ്. ഈ സിനഗോഗാണ് പള്ളി എന്ന് ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നത്. യഹൂദന്മാരുടെ ഒരു സിനഗോഗിന്റെ ഒരു പ്രധാനിയായിരിക്കുന്ന ക്രിസ്പോസ് കർത്താവിൽ വിശ്വസിച്ച് അവൻ കുടുംബമായി സ്നാനപ്പെടുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. ഈ സംഭവം അവിടെയുള്ള യഹൂദന്മാരെ ചൊടിപ്പിച്ചു. എന്ന് പറഞ്ഞാൽ യഹൂദന്മാർക്ക് അത് ഇഷ്ടമായ ഒരു കാര്യമല്ല. കാരണം അവരുടെ പള്ളിയിലെ പ്രമാണി പോയി സ്നാനപ്പെട്ടെന്ന് പറഞ്ഞാൽ പിന്നെ അവർ ഇളകാതിരിക്കും. അതുകൊണ്ട് യഹൂദന്മാർ പൗലോസിനെതിരായി കോരിന്തിൽ പ്രശ്നമുളവാക്കി. അവര് പൗലോസിനെ പിടിച്ച് അത് അന്നത്തെ ദേശാധിപതിയുടെ മുമ്പിൽ ഹാജരാക്കി. ഇതാണ് 12-ാം വാക്യം മുതൽ നമ്മൾ വായിക്കുന്നത്. 18-ാം അധ്യായത്തിന്റെ 12-ാം വാക്യം മുതൽ വായിക്കുന്ന വിഷയം അതാണ്. ഈ പള്ളിപ്രമാണി സ്നാനപ്പെട്ടതോടുകൂടെ യഹൂദന്മാര് ഒന്നടങ്കം എതിരായി തീർന്നു. ചിന്തിക്കണം, സുവിശേഷ നിമിത്തമാണ് പിന്നെയും പൗലോസ് ബന്ധനസ്ഥനായിത്തീരുന്നത്.
യഹൂദന്മാർ അവനെ പിടിച്ച് അന്നത്തെ ഗവർണർ ആയിരിക്കുന്ന അതേ ശതാധിപന്റെ മുമ്പിൽ ഹാജരാക്കി. നമുക്ക് ആ ഭാഗം നോക്കാം. 12 മുതൽ 17 വരെയുള്ള ഭാഗം. ഗല്ലിയോൻ അഖായിൽ ദേശാധിപതിയായി വാഴുമ്പോൾ യഹൂദന്മാർ പൗലോസിന്റെ നേരെ ഒരുമനപ്പെട്ടെഴുന്നേറ്റു. അവനെ ന്യായാസനത്തിന്റെ മുമ്പാകെ കൊണ്ടുവന്നു. അവൻ ന്യായപ്രമാണത്തിന് വിരോധമായി ദൈവത്തെ ഭജിപ്പാൻ മനുഷ്യരെ സമ്മതിപ്പിക്കുന്നു എന്ന് പറഞ്ഞു. പൗലോസ് വായ് തീർപ്പാൻ സാധിക്കുമ്പോൾ ഗല്ലിയോൻ യഹൂദന്മാരെ വല്ല അന്യായമോ വല്ലാത്ത പാതകമോ ആയിരുന്നെങ്കിൽ ഞാൻ ക്ഷമയോടെ നിങ്ങളുടെ സങ്കടം കേൾക്കുമായിരുന്നു. വചനത്തെയും നാമങ്ങളെയും നിങ്ങളുടെ ന്യായപ്രമാണത്തെയും സംബന്ധിച്ചുള്ള തർക്കസംഗതികൾ എങ്കിലോ നിങ്ങൾ തന്നെ നോക്കിക്കൊള്ളുവീൻ. ഈ വായ്ക്ക് ന്യായാധിപതിയാകുവാൻ എനിക്ക് മനസ്സില്ല എന്ന് പറഞ്ഞു. അവരെ ന്യായാസനത്തിൽ നിന്ന് പുറത്താക്കി. എല്ലാവരും പള്ളിപ്രമാണിയായ സോസ്തനേസിനെ പിടിച്ച് ന്യായാസനത്തിന്റെ മുമ്പിൽ വെച്ച് അടിച്ചു. ഇതൊന്നും ഗല്ലിയോൻ കൂട്ടാക്കിയില്ല. താങ്ക് യു സിസ്റ്റർ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ കോരിന്തിൽ പൗലോസ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പള്ളിപ്രമാണിയിൽ ഒരാളായ ക്രിസ്പോസ് സ്നാനപ്പെടാനിടയായി. ക്രിസ്പോസ് മാത്രമല്ല, അദ്ദേഹത്തിന്റെ കുടുംബവും സ്നാനപ്പെടുവാൻ ഇടയായി. വചനം കേട്ട് വിശ്വസിച്ചവർ സ്നാനപ്പെടുവാൻ ഇടയായി. കോരിന്തിൽ 1.5 വർഷം താമസിച്ച് വേല ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ദൈവദാസനാണ്. നിശ്ചയമായിട്ടും ആ ഒരു കുടുംബം മാത്രമല്ല, അനേകർ വിശ്വസിച്ച് സ്നാനപ്പെടുവാൻ ഇടയായി. ഇത് അവിടെയുള്ള യഹൂദന്മാർക്ക് അവരെ ഇളക്കിയ ഒരു സംഭവമാണ്. കാരണം ആ സംഭവം അവരെ അങ്ങനെ ഇളക്കാനുള്ള കാരണം അവരുടെ പള്ളിയിലുള്ള ആൾക്കാർ വിട്ടുപോകുന്നത് കൊണ്ടാണ്. അപ്പൊ ഒന്ന്, തങ്ങളോടുകൂടെ ആരാധിച്ചു കൊണ്ടിരുന്ന ആളുകൾ പള്ളി വിട്ടു പോകുന്നല്ലോ എന്നുള്ള ആ വേഷം. രണ്ടാമത്തെ കാര്യം അസൂയാണ്. കാരണം ഒരു വലിയ കൂട്ടം യഹൂദന്മാർ അവരുടെ വിട്ടുപോകുന്നു. അതുകൊണ്ട് പൗലോസിനെ അവര് പിടിച്ച് ന്യായാധിപ സംഘത്തിന്റെ മുമ്പിൽ കൊണ്ടുവന്നു. ഇത് ഗവൺമെന്റ് ഉദ്യോഗസ്ഥനാണ്, ഗല്ലിയോൻ എന്ന് പറയുന്ന ആള്. അന്ന് ആഖായുടെ ഗവർണർ ആയിരിക്കുന്ന വ്യക്തിയാണ് ഗല്ലിയോൻ. അദ്ദേഹത്തിന്റെ പൂർണ്ണ നാമം മനസ്സിലാക്കണം. ലൂഷ്യസ് യൂനിയസ് അന്നയൂസ് ഗല്ലിയോൻ. അത് പറയാൻ ഇച്ചിരി പ്രയാസമുണ്ട്. ലൂഷ്യസ് യൂനിയസ് അന്നയൂസ് ഗല്ലിയോൻ, ഇത്രയുമാണ് അദ്ദേഹത്തിന്റെ പേര്. ഈ മനുഷ്യൻ സ്റ്റോയിക് ചിന്തകനായിരിക്കുന്ന സെനക്ക എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ, സ്റ്റോയിക് ചിന്തകൻ എന്ന് പറഞ്ഞാൽ ഗ്രീക്ക് തത്വജ്ഞാനം പഠിപ്പിക്കുന്ന വ്യക്തികളാണ് ഈ സ്റ്റോയിക് തത്വജ്ഞാനം എന്ന് പറയുന്നത്. അവരുടെ അതിനെക്കുറിച്ച് ഇന്റർനെറ്റിലൊക്കെ പോയി സെർച്ച് ചെയ്യുന്ന നല്ലതാണ്. എന്താണ് സ്റ്റോയിക് തത്വശാസ്ത്രം എന്ന്? അതിന് കൊടുത്തിരിക്കുന്ന പേര് ജ്ഞാനമതം എന്നാണ്. ഇംഗ്ലീഷിൽ നോട്ടിസിസം എന്ന് പറയും. നോട്ടിസിസം. ആ ചിന്താഗതിക്കാരിൽ ഒരുവനായ ഒരു മനുഷ്യന്റെ പേരൊക്കെ ചരിത്രത്തിൽ എഴുതിയിട്ടുണ്ട്. ആ ചരിത്രത്തിൽ എഴുതിയിരിക്കുന്ന പേരാണ് ഞാൻ പറഞ്ഞത്. ആ ചിന്തകനായ സെനക്ക എന്നാണ് അദ്ദേഹത്തിന്റെ പേര്, സെനക്ക. അദ്ദേഹത്തിന്റെ ഒരു സഹോദരനാണ് ഈ പറയുന്ന ഗല്ലിയോൻ. ഇദ്ദേഹത്തിന്റെ അടുക്കലേക്കാണ് കൊണ്ടുവന്ന് നിർത്തിയിരിക്കുന്നത്. ഈ ഗല്ലിയോൻ എന്ന് പറയുന്ന ഗവർണർക്ക് ക്രിസ്ത്യാനിറ്റിയെ കുറിച്ച് ഒന്നും അറിയത്തില്ല. യഹൂദന്മാരുടെ ന്യായപ്രമാണത്തെ കുറിച്ച് ഒന്നും അറിയത്തില്ല. കാരണം ഇദ്ദേഹം ഒരു റോമൻ ഭരണാധികാരിയാണ്, ഒരു ജാതിയിൽ പെട്ടവനാണ്. അങ്ങനെ കൊണ്ട് നിർത്തിവെച്ച് പൗലോസിന്റെ പേരുള്ള കുറ്റം അവരവിടെ പറഞ്ഞു. ഇവൻ വേറൊരു ദൈവത്തെ ഞങ്ങളുടെ ഇടയിൽ പ്രസംഗിക്കുന്നു, ന്യായപ്രമാണത്തിന് യോജിക്കാത്ത വേറൊരു ദൈവത്തെയാണ് പ്രസംഗിക്കുന്നത് എന്ന് പറഞ്ഞു. അവരുടെ ന്യായവാദമെല്ലാം കേട്ടിട്ട് ഗല്ലിയോൻ പറഞ്ഞു, ഇത് വല്ല കുറ്റമോ വല്ല ക്രിമിനൽ ആയിട്ടുള്ള കാര്യമോ വല്ല അക്രമോ അടിപിടിയോ കേസോ വല്ലതും ആയിരുന്നെങ്കിൽ ഞാൻ അതിന് മറുപടി പറയാമല്ലോ. നിങ്ങളുടെ വിശ്വാസത്തെ കുറിച്ചുള്ള കാര്യമായതുകൊണ്ട് എനിക്കതിനൊന്നും പറയാനില്ലെന്ന് തോന്നുന്നു. അതൊരു വളരെ രസകരമായ കാര്യമാണ്. അദ്ദേഹം പറഞ്ഞു,
അത് സത്യമായ കാര്യമാണ്. എനിക്ക് യഹൂദന്മാരുടെ പ്രമാണത്തെക്കുറിച്ച് പറഞ്ഞുകൂടാ, ക്രിസ്ത്യാനി എന്ന് പറയുന്ന ഇവരുടെ മതത്തെക്കുറിച്ച് ഒന്നും എനിക്കറിഞ്ഞുകൂടാ. അദ്ദേഹത്തിന് ക്രിസ്ത്യാനിറ്റിയെക്കുറിച്ച് പറഞ്ഞുകൂടാ. അദ്ദേഹം വിചാരിച്ചു യഹൂദ മതം പോലെ ഒരു മതമാണ് ക്രിസ്തീയ മതമെന്ന് അദ്ദേഹം ചിന്തിച്ചു. അതുകൊണ്ട് പറഞ്ഞു നിങ്ങളുടെ മതങ്ങളെക്കുറിച്ചൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ എന്ന് പറഞ്ഞ് അവരെ അവിടെ പറഞ്ഞു വിടുന്നതായിട്ട് നമ്മൾ കാണാൻ കഴിയുന്നു. നമ്മളത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. വചനത്തെയും നാമങ്ങളെയും നിങ്ങളുടെ ന്യായപ്രമാണത്തെയും സംബന്ധിച്ചുള്ള തർക്കസംഗതികൾ എങ്കിലോ നിങ്ങൾ തന്നെ തീർത്തോണം. ഈ വകയ്ക്ക് ന്യായാധിപതിയാകുവാൻ എനിക്ക് മനസ്സില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇതുകൊണ്ടാണ് പിന്നത്തേതിൽ പൗലോസ് ലേഖനം എഴുതുമ്പോൾ കോരിന്ത്യ ലേഖനത്തിലാണ് എഴുതിയിരിക്കുന്നത്, നിങ്ങൾക്ക് തമ്മിൽ ഒരു വഴക്കുണ്ടായാൽ നിങ്ങൾ ജാതികളുടെ അടുക്കൽ പോകരുത് എന്ന്. അതായത് കോടതിയിൽ പോകരുതെന്ന് പൗലോസ് എഴുതിയിരിക്കുന്നത് കോരിന്ത്യ ലേഖനത്തിലാണ്. ഇത് പല പ്രാവശ്യം വായിച്ചാലും നമ്മുടെ ആൾക്കാര് വഴക്കുണ്ടായാൽ കേസ് കൊടുത്തു പോകുന്നത് പിന്നെയും ജാതികളുടെ കോടതിയിലോട്ടാണ്. എന്ത് ചെയ്യാനൊക്കെ ഇതിന്റെ ഉൽപ്പത്തി ഇവിടെയാണ്. ആ മനുഷ്യൻ പറഞ്ഞു നിങ്ങളുടെ പ്രമാണത്തെ കുറിച്ചൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ എന്ന് പറഞ്ഞ് അവിടുന്ന് വിട്ടു. ഉടനെ ഈ ഗവർണറുടെ അടുക്കൽ പൗലോസിനെ പിടിച്ചോണ്ട് പോയി. ഗവർണർ ഒന്നും പറഞ്ഞില്ല, ഗവർണർ എനിക്കൊന്നും അറിയത്തില്ല എന്ന് പറഞ്ഞ് വെറുതെ വിട്ടു. അപ്പം കുറെ കൂടെ ചൂട് പിടിച്ചു. കുറെ കൂടെ ചൂട് പിടിച്ചിട്ട് അവര് തന്നെ അവരുടെ സുന്നഗോഗിന്റെ പ്രധാനിയായ ഒരുത്തിനെ പിടിച്ച് അവിടെ വെച്ച് തല്ലി. നോക്കണം, ഇത് അവിടെ നടന്ന സംഭവം. അതിന്റെ താഴെ എഴുതിയിരിക്കുന്നത്, ന്യായാധിപൻ അവരെ വെറുതെ വിട്ടപ്പോൾ എല്ലാവരും പള്ളിപ്രമാണിയായ യോസ്തനോസിനെ പിടിച്ച് ന്യായാസനത്തിന്റെ മുമ്പിൽ വെച്ച് അടിച്ചു. അപ്പൊ പള്ളിപ്രമാണിയായ യോസ്തനോസിനെ പിടിച്ച് അടിച്ചത് നീയോട് അറിഞ്ഞുകൊണ്ടാണ് ഇവരെയെല്ലാം പറഞ്ഞു വിട്ടത്. നീയോട് അറിഞ്ഞുകൊണ്ടല്ലേ ഇവനെ വിളിച്ചു കയറ്റിയത്. അവൻ രക്ഷിക്കപ്പെട്ടവനല്ല, സ്നാനപ്പെട്ടവനുമല്ല. അപ്പൊ അവൻ വടി കിട്ടി. ആ നിലയിൽ പൗലോസിനെ അവിടുന്ന് വെറുതെ വിട്ടതായിട്ട് നമുക്ക് കാണുന്നുണ്ട്. ഒന്നും ഗല്ലിയോൻ കൂട്ടാക്കിയില്ല, അവനെ വെറുതെ പറഞ്ഞു വിട്ടു. ഇവിടെ ഒരു പ്രധാന വിഷയം പറയാനാണ് ഞാനിത് പറഞ്ഞുകൊണ്ട് വന്നത്. ദൈവം നൽകുന്ന സംരക്ഷണം, ദൈവം തന്റെ ഭക്തന്മാർക്ക് നൽകുന്ന സംരക്ഷണം. അധിപതികളുടെ മുൻപിൽ കൊണ്ടുവന്നാൽ, പ്രമാണികൾ അറസ്റ്റ് ചെയ്ത് പിടിച്ചുകൊണ്ട് പോയാൽ, അവർക്ക് കള്ളസാക്ഷി പറയുന്നത് പോലെ പറഞ്ഞാലും ദൈവം തന്റെ ഭക്തന്മാരെ അവിടെ സൂക്ഷിക്കുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ദൈവത്തിന് സ്തോത്രം. പൗലോസിനെ അന്ന് ഏതെങ്കിലും നിലയിൽ അവിടെ വെച്ച് കുറ്റസംഗതി അവന്റെ മേൽ ചുമത്തി വിട്ടതായിരുന്നെങ്കിൽ പിന്നീട് ഒരിക്കൽ പോലും പൗലോസിന് ആ കോരിന്തിൽ കയറി പ്രസംഗിക്കാൻ ഒക്കത്തില്ല. കാരണം അവിടുത്തെ ഗവർണർ ഒരു വിധി എഴുതി അവിടുന്ന് ഇറക്കി വിട്ടിട്ടുണ്ട്. എന്നാൽ ഒരു വിധിയും എഴുതി വിടാതെ സ്വതന്ത്രമായി അവിടുന്ന് വിട്ടു. അതുകൊണ്ട് പിന്നെയും പൗലോസ് കോരിന്തിൽ എത്തുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ജീവിതത്തിൽ ദൈവം തന്റെ മക്കൾക്ക് വേണ്ടി ഒരുക്കുന്ന വഴികൾ എത്ര ശ്രേഷ്ഠമേറിയതാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ പേരിൽ ഒരു അന്യായം കോടതി കൊടുത്തിട്ടുണ്ടെങ്കിലും നമുക്കെതിരായി ശത്രു ഏതെല്ലാം നിലയിൽ കോട്ട കെട്ടിയാലും ഇന്ന് ഉച്ച കഴിഞ്ഞ സമയത്ത് ദൈവവചനം ശ്രദ്ധിക്കുന്ന ദൈവമക്കൾ മനസ്സിലാക്കണം, എരിഹോ കോട്ട ഇടിഞ്ഞതുപോലെ തകർന്നു വീണതുപോലെ നമ്മുടെ മുമ്പിലുള്ള പ്രശ്നങ്ങളെ ഇടിച്ചു കളയുവാൻ കഴിയുന്നവനാണ് ദൈവം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതെ, എന്റെ തലയിൽ നിന്ന് കൊട്ട വിട്ടൊഴിഞ്ഞു എന്ന് വേദപുസ്തകത്തിൽ വായിക്കുന്നു. നമ്മുടെ തലയിൽ ഇരിക്കുന്ന വലിയ ചുമടുകൾ ഒഴിച്ചു മാറ്റുവാൻ, നമ്മുടെ തോളിൽ നിന്ന് ചുമട് എടുത്തു മാറ്റുവാൻ ദൈവത്തിന് മാത്രമേ കഴിയത്തുള്ളൂ. പൗലോസ് അവിടെ സ്വതന്ത്രനായി തീർന്നു, അതെ, വിമുക്തനായി തീർന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നു. കർത്താവിന് സ്തോത്രം. അപ്പോ ശത്രു എത്ര കോട്ട കെട്ടി വെച്ചാലും ഏതെല്ലാം നിലയിൽ കോടതിയിൽ കൊണ്ടുപോയാലും ദൈവത്തിന് അതിൻ്റെ മേൽ ഒരു അധികാരമുണ്ട്. കർത്താവിന് സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. 1961 ഒരു സാക്ഷ്യം ഞാൻ പറയട്ടെ. അന്നാണ് മർത്തോമ സഭയിൽ നിന്ന്
ഇവാഞ്ചലിക്കൽ സഭയുടെ ഉടലെടുപ്പുണ്ടായത്. അന്ന് ബിഷോപ്പിനെ വാഴിക്കുകയും സഭ രൂപവൽക്കരിക്കുകയും ഒക്കെ ചെയ്തു. ആ നിലയിൽ ഞങ്ങളുടെ അവിടെ ഉണ്ടായിരുന്ന മാർത്തോമാ സഭയിൽ നിന്ന് 14 വീട്ടുകാർ മാറി ഞങ്ങളുടെ വീടിന്റെ വരാന്തയിൽ പ്രാർത്ഥന ആരംഭിച്ചു. ചില മാസങ്ങളിലേക്ക് ഇവാഞ്ചലിക്കൽ സഭയുടെ ആരാധന നടന്നത് പാലാക്കുന്ന് എന്ന് പറയുന്ന, അല്ലെങ്കിൽ തെള്ളിയൂർ എന്ന് പറയുന്നതിന്റെ തെക്ക് വശത്ത്, പുല്ലാടിന്റെ വടക്ക് വശത്ത് ഞങ്ങളുടെ വീട്ടിലാണ് ഇവാഞ്ചലിക്കൽ ആരാധന നടക്കുന്നത്. ഞാനന്ന് മുളക്കഴ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു ദിവസം വെള്ളിയാഴ്ച ഞാൻ വീട്ടിൽ വന്നപ്പോൾ അതുവരെ അവിടെ ഉണ്ടായിരുന്ന ഒരു ചാപ്പലുണ്ട് മർത്തോമാക്കാരുടെ. അതൊരു പള്ളിയായിട്ട് മാറിയിട്ടില്ല, ഒരു ചാപ്പലാണ്. ആ ചാപ്പൽ തല്ലി തകർത്തു എന്ന് പറഞ്ഞ് എന്റെ പേരിൽ അവർ കേസ് ഫയൽ ചെയ്തു. അങ്ങനെയായി 6 മാസം ഞാൻ തിരുവല്ല കോടതിയിൽ കയറി ഇറങ്ങി. ഞാൻ ഇതെല്ലാം ഓർക്കുന്നു. അന്ന് എനിക്ക് 21 വയസ്സ് പ്രായമേ ഉള്ളൂ. ഞാൻ 6 മാസം തിരുവല്ല കോടതിയിൽ കയറി ഇറങ്ങി. മർത്തോമാ സഭ അതിനെതിരായി കേസ് കൊടുത്തിരിക്കുകയാണ്. അത് ഇവാഞ്ചലിക്കൽ സഭയോടുള്ള ഒരു വിരോധമാണ്. ഞങ്ങളുടെ വീട്ടിലാണ് ഇവാഞ്ചലിക്കൽ സഭയുടെ ആരാധന നടക്കുന്നത്. ചുരുക്കി പറയട്ടെ, 6 മാസം കഴിഞ്ഞപ്പോൾ കേസ് വിധിയായി. അന്ന് എനിക്ക് 21 വയസ്സേ ഉള്ളൂ. ഈ വ്യക്തി ഒരു വേദ വിദ്യാർത്ഥിയും യൗവനക്കാരനുമാകയാൽ ഈ വ്യക്തിയെ വെറുതെ വിട്ടിരിക്കുമെന്ന് കോടതിയിൽ ജഡ്ജി വിധി എഴുതി. അന്നത്തെ വിധി കേൾക്കുവാൻ പല മർത്തോമാക്കാരവിടെ വന്നിട്ടുണ്ട്. എനിക്കെതിരായി 7 സാക്ഷികൾ അവർ കൊണ്ടുവന്ന് അതിന് മുമ്പായി അതേ കള്ളസാക്ഷികൾ പറഞ്ഞു. ഇതെല്ലാം ഞാൻ ഓർക്കുന്നു. വാസ്തവത്തിൽ അന്ന് പള്ളി തകർത്ത എന്നെ അവിടുന്ന് കുറ്റക്കാരനല്ലെന്നും പറഞ്ഞു വിട്ടു. കാരണം സത്യം അറിയുന്ന ഒരു ദൈവമുണ്ട്. സത്യം എന്നും സത്യമായിട്ട് പുറത്തു വരും. ഇതെല്ലാം ദൈവമക്കൾ ഓർക്കണം. നിങ്ങൾക്കെതിരായി കേസ് ഫയൽ ചെയ്താലും, നിങ്ങൾക്കെതിരായി ശത്രു എന്ത് പ്രവർത്തിച്ചാലും, ഈ പൗലോസിനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി ഗല്ലിയോന്റെ മുൻപിൽ നിർത്തി. എങ്കിലും ഗല്ലിയോൻ പറഞ്ഞു, എനിക്ക് ന്യായപ്രമാണത്തിലെയും അറിഞ്ഞുകൂടാ, എനിക്ക് ഈ ക്രിസ്തീയ മതത്തിനെയും അറിഞ്ഞുകൂടാ, അല്ല അടിയും പിടിയും വല്ലവാരുന്നേ ഞാൻ പറയായിരുന്നു എന്ന് പറഞ്ഞു അവിടുന്ന് പറഞ്ഞു വിട്ടു. അതുകൊണ്ട് പൗലോസ് പിന്നെ എഴുതി വെച്ചു, ഇനിയും മേലാൽ സഹോദരന്മാരെ, നിങ്ങൾക്കൊരു തമ്മിൽ പ്രശ്നമുണ്ടായാൽ നിങ്ങൾ ജാതികളുടെ അടുക്കൽ തീർപ്പിനായി പോകരുതെന്ന്. ഇത് എഴുതി വെച്ചാലും നമ്മുടെ ആൾക്കാരുടെ തലയിൽ കയറാത്തത് അതിശയം. പിന്നെ എത്രയോ വഴക്കം വയ്യവാഴിയും കോടതി കയറ്റവും പിന്നെ പ്രശ്നവും ഒക്കെ ആയിട്ടാണ് നമ്മുടെ ഇടയിൽ നാണം കെട്ട കാര്യങ്ങളാണ് ഇതൊക്കെ. പോകട്ടെ, അവിടെ ആരെയും കുറ്റം പറഞ്ഞതല്ല. തെറ്റെന്നും തെറ്റാണ്. നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ദൈവസന്നിധിയിൽ സമർപ്പിക്കുക. ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാണ്. അതിനാണ് ഞാൻ എന്റെ സാക്ഷ്യം പറഞ്ഞത്. അതിനുവേണ്ടി അനേക ദൈവമക്കൾ പ്രാർത്ഥിച്ചു. ഒരു വേദ വിദ്യാർത്ഥിയായിരുന്നു എന്നെ സ്വതന്ത്രനായിട്ട് വിട്ടു. പ്രൈസ് ദി ലോർഡ്. കാരണം ഞാൻ അവരുടെ പള്ളി തകർത്തിട്ടില്ല. അവരുടെ പള്ളി പിടിച്ചെടുക്കാനായിട്ട് ഇവാഞ്ചലിക്കാർക്കെതിരായി ചെയ്ത ഒരു ഗൂഢാലോചനയാണത്. അവർ തന്നെയാണ് പള്ളി തകർത്തത്. അവിടെയുള്ള ചിലതൊക്കെ തല്ലി തകർത്ത രാത്രി അവര്. പക്ഷെ അതെല്ലാം ദൈവം സകലവും അറിയുന്നതിനാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവം എത്ര വിശ്വസ്തനാണ്, ദൈവം എത്ര നല്ലവനാണ്. അങ്ങനെ പൗലോസിന്റെ ജീവിതത്തിൽ കോരിന്തിലെ അവസാനത്തെ സമയത്തേക്ക് വന്നപ്പോൾ പൗലോസിന് കിട്ടിയതാണ്. പൗലോസിനെ അറസ്റ്റ് ചെയ്തു. പക്ഷെ അതുകൊണ്ട് യാതൊരു പ്രയോജനം ഉണ്ടായില്ല. അടുത്ത് നമ്മൾ പറയുന്നത് പിന്നെയും പൗലോസ് കുറെ നാൾ അവിടെ പാർത്തുന്ന. അതിന്റെ 18ാമത്തെ വാക്യം തൊട്ട് താഴോട്ട് സിസ്റ്റർ വായിച്ചാട്ടിനി. പൗലോസ് പിന്നെയും കുറെ നാൾ പാർത്ത ശേഷം സഹോദരന്മാരോട് യാത്ര പറഞ്ഞിട്ട് തനിക്കൊരു നേർച്ച ഉണ്ടായിരുന്നതിനാൽ കെക്രയിൽ വെച്ച് തല ക്ഷൗരം ചെയ്യിച്ചിട്ട് പ്രിസ്കില്ലയോടും അക്വിലാസിനോടും കൂടെ കപ്പൽ കയറി സുറിയയിലേക്ക് പുറപ്പെട്ടു. എഫെസോസിൽ എത്തി. അവരെ അവിടെ വിട്ടു അവൻ പള്ളിയിൽ ചെന്ന് യഹൂദന്മാരോട് സംഭാഷിച്ചു.
കുറെ കൂടെ താമസിക്കണമെന്ന് അവർ അപേക്ഷിച്ചിട്ട് അവൻ സമ്മതിക്കാതെ, ദൈവഹിതമുണ്ടെങ്കിൽ ഞാൻ നിങ്ങളുടെ അടുക്കൽ മടങ്ങി വരുമെന്ന് പറഞ്ഞ് വിട വാങ്ങി എഫെസോസിൽ നിന്ന് കപ്പൽ നീക്കി കൈസരയിൽ വന്നിറങ്ങി. യെരുശലേമിലേക്ക് ചെന്നു. സഭയെ വന്ദനം ചെയ്തിട്ട് അന്ത്യോക്യയിലേക്ക് പോയി. അവിടെ കുറെ നാൾ താമസിച്ച ശേഷം പുറപ്പെട്ട് അത്തറ്റം വായിച്ച് നമുക്ക് അത്തറ്റം വരെ ചിന്തിക്കാം. പ്രൈസ് ദി ലോർഡ്. അപ്പോ ഏത് പീഡ ഉണ്ടായാലും ഏത് കഷ്ടതയിൽ കടന്നായാലും അവിടുന്ന് ഇറങ്ങി വരുമ്പോൾ പിന്നെയും പൗലോസ് ചെയ്യുന്നത് എന്താണെന്ന് നമുക്ക് മനസ്സിലായി. പിന്നെ സുവിശേഷം പറയുകയാണ്. കുറെ നാൾ അവിടെ പാർത്ത ശേഷം എന്ന് പറഞ്ഞാൽ വെറുതെ പാർത്തൊന്നല്ല, പിന്നെയും അവിടെ സുവിശേഷം പറഞ്ഞുകൊണ്ടിരുന്നു കോരിന്തിൽ. അതിനുശേഷം സഹോദരന്മാരോട് യാത്ര പറഞ്ഞിട്ട് തനിക്കൊരു നേർച്ച ഉണ്ടായിരുന്നതിനാൽ കെങ്ക്രയിൽ വെച്ച് തല ക്ഷൗരം ചെയ്യിച്ചിട്ട് പ്രിസ്കില്ലയോടും അസ്കില്ലയോടും കൂടെ കപ്പൽ കയറി സുറിയയിലേക്ക് പുറപ്പെട്ടു. എഫെസോസിൽ എത്തി. അവരെ അവിടെ വിട്ടു. ഞാൻ മുൻപോട്ട് വന്ന ചില കാര്യങ്ങൾ പറയട്ടെ. ഈ പറയപ്പെട്ടിരിക്കുന്ന ഒരു കാര്യത്തെ കുറിച്ച്, കാരണം കുറെ നാൾ അവിടെ പാർത്തു. പൗലോസിന് ഒരു നേർച്ച ഉണ്ടായിരുന്നെന്ന് വായിക്കുന്നു. ഇത് വായിച്ചിട്ട് ചിലർ ചോദിക്കുന്നു, നമുക്ക് ഈ നേർച്ച നേരുന്നതിന് വല്ല കുഴപ്പമുണ്ടോ ഇല്ലേ? പൗലോസിന് നേർച്ച ഉണ്ടായിരുന്നു, പൗലോസ് നേർച്ച കഴിച്ചു എന്നൊക്കെ നമ്മൾ വായിക്കുന്നല്ലോ. അതുകൊണ്ട് വല്ല നേർച്ച നേരുന്നതിന് കുഴപ്പം വല്ലതും ഉണ്ടോ? വാസ്തവത്തിൽ ഇത് പലരും ചോദിക്കുന്ന ചോദ്യമാണ്. പക്ഷെ ഇവിടെ എഴുതിയിട്ടില്ല പൗലോസിന്റെ നേർച്ച എന്തായിരുന്നു. ഈ ട്രാൻസ്ലേറ്റ് ചെയ്തവർ നേർച്ച എന്നായിരുന്നിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ താനൊരു തീരുമാനമെടുത്തിരുന്നു എന്നാണ് സാധാരണ അതിന്റെ മൂലഭാഷയുടെ അർത്ഥം. തന്റെ തീരുമാനം എന്തായിരുന്നെന്ന് പറഞ്ഞില്ല. രണ്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഒന്ന്, താൻ കോരിന്തിൽ വന്നപ്പോൾ വളരെ പീഡ ഉണ്ടായിക്കൊണ്ടിരുന്നു, വളരെ എതിർപ്പുണ്ടായിക്കൊണ്ടിരുന്നു. അപ്പോൾ ദൈവം ഇവിടെ എന്റെ ജീവിതത്തിൽ എന്തെങ്കിലും ഒന്ന് പ്രവർത്തിക്കുന്നത് വരെ ഞാനൊരു നാസറുദപ്പന്നക്കാരനെ പോലെ ആയിരിക്കുമെന്നാണ് ഒരു തീരുമാനമെടുത്ത് ആയിരിക്കാം. ഒന്നതാണ്. രണ്ടാമത്തെ കാര്യം അല്ല, ഇത് ഏതോ ഒരു പ്രത്യേക കാര്യത്തിന് വേണ്ടി എടുത്ത ഒരു ശപഥമായിരിക്കാം. എന്താ കാര്യമെന്ന് ഇവിടെ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് സൂക്ഷ്മതരം പറയുക, അതിന്റെ വ്യക്തമായ ഒരു കാര്യം പറയുക. നമുക്ക് ആ വ്രതം എന്തിനു വേണ്ടിയാണ് എടുത്തത് എന്ന് പറയുവാൻ കഴിയുകയില്ല. അതിനുള്ള തെളിവൊന്നും വേദപുസ്തകത്തിൽ നമുക്ക് ലഭിച്ചിട്ടില്ല. അതുകൊണ്ട് ഞാൻ പറയട്ടെ, ഇതൊരു വ്രതം എന്ന് പറഞ്ഞാൽ ഒരു തീരുമാനമായിരുന്നു. ആ തീരുമാനം തലമുണ്ടനം ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. ഇതിനെ പഴയ നിയമത്തിൽ പറയുമ്പോൾ അത് നാസർ വ്രതം എന്നൊക്കെയാണ് പറയുന്നത്. അതിന്റെ നാസർ വ്രതക്കാരൻ എന്തെല്ലാം ചെയ്യണമെന്നുള്ളത് പഠിക്കാൻ ആഗ്രഹിക്കുന്നവർ കുറിച്ചു വെക്കാം. സംഖ്യാപുസ്തകം 6-ാം അധ്യായത്തിലുണ്ട്. സംഖ്യാപുസ്തകം 6-ാം അധ്യായത്തിൽ ഒരു നാസർ വ്രതക്കാരൻ എന്തെല്ലാം ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ആ വിഷയങ്ങളൊന്നും പൗലോസ് ചെയ്യുന്നില്ല. സംഖ്യാപുസ്തകം 6-ാം അധ്യായത്തിൽ പറയപ്പെടുന്നതായ കർമാദികളൊന്നും തന്നെ പൗലോസ് ചെയ്തതായിട്ട് ഇവിടെ പറയുന്നില്ല. അപ്പോൾ അതല്ല പൗലോസ് ചെയ്തിരുന്ന കാര്യം വ്രതം എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. ഒരു നാസർ വ്രതം അല്ലായിരുന്നു. എന്തായിരുന്നു? കോരിന്തിൽ എതിർപ്പ് മുഖാന്തരം ദൈവത്തോട് ചെയ്ത ഒരു ഉടമ്പടി ആയിരിക്കും, നമുക്ക് അറിഞ്ഞുകൂടാം. എനിഹാവ്, അതുകൊണ്ട് അത്രയും പറഞ്ഞ് ഞാൻ അവിടെ നിർത്തുകയാണ്. ഇനി പൗലോസ് അവിടെ നിന്ന് വിട വാങ്ങി, അല്ലെങ്കിൽ അവിടുന്ന് യാത്ര പുറപ്പെട്ടു. കോരിന്തിൽ നിന്ന് നേരെ പോയത് കെങ്ക്രയിൽ, അതേ ആ സമുദ്ര തീരത്തുള്ള ഒരു പട്ടണമാണ് കെങ്ക്രയ എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ എഫെസോസിലുള്ള ലേഖനം വായിക്കുമ്പോൾ കെങ്ക്രയ സഭയുടെ ശുശ്രൂഷക എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. അത് അവിടെ ഒരു സഭ ഉണ്ടായിരുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമാണ്. അവിടെ വേലക്കാരുണ്ടായിരുന്നു. കെങ്ക്രയിൽ വന്നതിന് ശേഷം പൗലോസ് യാത്ര ചെയ്ത് എഫെസോസിലെത്തി. എഫെസോസിലെത്തിയതിന് ശേഷം പൗലോസ് ചെയ്ത കാര്യമാണ് നമ്മൾ അടുത്ത് വായിക്കുന്നത്. എഫെസോസിൽ വന്നപ്പോൾ അവിടെ ഈ തന്റെ കൂട്ടുപ്രവർത്തനായ അക്വിലാവിനെയും പ്രിസ്കില്ലയെയും അവിടെ ആക്കി എന്ന് നമ്മൾ വായിക്കുന്നു.
അവിടെയുള്ളതായ ഒരു യഹൂദ പള്ളിയിൽ താൻ ചെന്ന് പതിവ് പോലെ താന് സംസാരിച്ചു. എവിടെ ചെന്നാലും ഒരു പള്ളിയുണ്ടോ, സംസാരിപ്പാൻ സമയം അതെ ഇടമുണ്ടോ എന്ന് അന്വേഷിക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് നമ്മൾ പൗലോസിനെ കാണുന്നത്. ഇതിനു മുമ്പ് എഫെസോസിൽ പോയിട്ടില്ല, ആദ്യമായിട്ടാണ് എഫെസോസിൽ ചെല്ലുന്നത്. കൂടെ 2 സഹോദരന്മാരുണ്ട്, ഒരു സഹോദരനും ഒരു സഹോദരിയും അക്രിസ്കലയും. അവർ എഫെസോസിലെത്തി. അത്രമാത്രമാണ് ഇവിടെ ലൂക്കോസ് പറയുന്നത്. അവിടെ ചെന്ന് യഹൂദന്മാരുടെ ഒരു പള്ളി കണ്ടു. അവിടെ പോയി പതിവ് പോലെ ആ പള്ളിയിൽ ചെന്ന് പ്രസംഗിച്ചു. ആ പ്രസംഗം അവർക്ക് ഇഷ്ടപ്പെട്ടു. ഉടനെ അവർ പറയുകയാണ്, ഞങ്ങളുടെ കൂടെ ചില നാൾ താമസിക്കണം എന്ന് അപേക്ഷിച്ചു. 20ാമത്തെ വാക്യം, കുറെ കൂടെ താമസിക്കണമെന്ന് അവർ അപേക്ഷിച്ചു. അപ്പോൾ പൗലോസിന്റെ പ്രസംഗം അവർക്ക് ഇഷ്ടപ്പെട്ടു. അവരോട് പൗലോസ് പറഞ്ഞത് എങ്ങനെയാണ്, ഞാൻ ദൈവഹിതമെങ്കിൽ നിങ്ങളുടെ അടുക്കൽ മടങ്ങി വരാം എന്ന് പറഞ്ഞ് അവിടുന്ന് വിട വാങ്ങി എഫെസോസിൽ നിന്ന് കപ്പൽ കയറി നേരെ കൈസരിയയിലേക്ക് പോയി. അപ്പോൾ അങ്ങനെ വായിക്കുന്നത്, എഫെസോസിൽ നിന്ന് കപ്പൽ കയറി നേരെ കൈസരിയയിലേക്ക് പോയി. എഫെസോസിൽ നിന്ന് കൈസരിയയിലെത്തണമെങ്കിൽ 500 മൈൽ ദൂരമുണ്ട്. അത് സമുദ്രയാത്രയാണ്. നിങ്ങൾ പൗലോസിന്റെ 2ാം മിഷണറി യാത്ര എന്ന് പറയുന്ന അത് നമ്മുടെ ബൈബിളിന്റെ ഒടുവിൽ കൊടുത്തിട്ടുണ്ട്. അവിടെ നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ദീർഘയാത്ര ചെയ്ത് ആ കപ്പൽ കൈസരിയയിൽ എത്തി. കൈസരിയയിൽ എത്തിയ ശേഷം അവിടെ നിന്ന് യെരൂശലേമിലേക്ക് പോയി. അവിടെ ചെന്ന് സഹോദരന്മാരെ കണ്ട് സന്തോഷം വാർത്ത അറിയിച്ച് യെരൂശലേമിൽ നിന്ന് നേരെ വടക്കോട്ട് അന്ത്യോക്യയിലേക്ക് പോയി. അവിടെ നിന്നാണല്ലോ ഈ മിഷണറി യാത്ര ആരംഭിച്ചത്. എത്ര ശ്രേഷ്ഠമേറിയിരിക്കുന്ന ഒരു കാര്യമാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. 2ാം മിഷണറി യാത്രയിൽ നോക്കുക, പൗലോസ് അന്ത്യോക്യയിൽ നിന്ന് പുറപ്പെട്ടു. അവിടെ നിന്ന് സുറിയ, കിലിക്കിയ, ദർബ, ഇക്കദോന്യ, പിസിദ്യ, അന്ത്യോക്യ, ട്രോവാസ്, ഫിലിപ്പിയ, തെസ്സലോനിക്ക, ബെരോവ, അഥേന, കോരിന്ത്, കെങ്ക്രയ, എഫെസോസ് എന്നീ സ്ഥലങ്ങൾ സന്ദർശിച്ച ശേഷമാണ് കൈസരിയിൽ എത്തിച്ചേർന്നത്. ഈ ദീർഘമായ യാത്രയിൽ 1.5 വർഷം താമസിച്ചത് കോരിന്തിലാണ്. ബാക്കിയുള്ള സ്ഥലങ്ങളിലെ എന്തെല്ലാമാണ് അനുഭവം തനിക്കുണ്ടായത്, നമ്മളിത് വളരെ പഠിക്കേണ്ട കാര്യമാണ്. 2ാം മിഷണറി യാത്രയിൽ ദൈവം തന്നോട് നേരിട്ട് സംസാരിച്ചു. ഒരു മാസിഡോണിയൻ കോൾ തനിക്കുണ്ടായി. അത് നിമിത്തമാണ് മാസിഡോണിയയിലേക്ക് പോയത്. അപ്പൊ ദൈവത്തിന്റെ വിളി അനുസരിച്ച് യാത്ര പുറപ്പെടും. അവിടെ മറ്റ് ത്രോവാസിൽ താമസിക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് പറഞ്ഞു, അവിടോട്ട് പോകരുത്, ഇവിടോട്ട് പോകരുത്. ആത്മാവ് വരെ വിലക്കി. അപ്പൊ ആത്മാവ് കൊടുക്കുന്ന നിർദ്ദേശം അനുസരിച്ച് യാത്ര ചെയ്തു. ദൈവം കൊടുക്കുന്ന ദർശനം അനുസരിച്ച് യാത്ര ചെയ്തു. പക്ഷേ ഫിലിപ്പിയിൽ വെച്ച് ഉപദ്രവമേറ്റു. ഒരു തെരുവ് നായ തല്ലുന്ന പോലെ നേരിട്ട് അവർ പൗലോസിനെയും ശീലാസിനെയും കഠിനമായി തല്ലി. അവിടെ നിന്ന് ജയിൽവാസം അനുഭവിച്ചു. വിമുക്തനായി തീർന്നു. എങ്കിലും പിന്നെയും സുവിശേഷം അറിയിച്ചു. നോക്കണം, ആ സുവിശേഷകൻ അവർ തെസ്സലോനിക്കയിൽ ചെന്നു. അവർ ദൈവവചനത്തെ അതുപോലെ അംഗീകരിച്ചില്ല. അവരവിടെ നേരെ ബെരോബയിൽ പോയി. അവർ ദൈവവചനം അംഗീകരിച്ചു. അവിടുന്ന് നേരെ അഥേനയിലേക്ക് പോയി. അഥേനക്കാർ പൗലോസിനെ വിഡ്ഢിയാണെന്നുള്ള നിലയിൽ കളിയാക്കി വിട്ടു. ഈ വിടുവായൻ എന്ത് പറയാൻ പോകുന്നു? പ്രതികൂലത്തിന്റെ നടുവിൽ കൂടെ യാത്ര ചെയ്യുന്ന ഒരു പൗലോസിനെ കാണുവാൻ കഴിയും. എങ്കിലും അവന്റെ യാത്ര കോരിന്തിലെത്തി. കോരിന്തിൽ വെച്ച് ദൈവത്തിന്റെ വചനം ശക്തിയോടെ സംസാരിച്ചു. അനേകർ രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു. പക്ഷെ പിന്നെയും പിടിച്ച് കോടതിയിൽ കൊണ്ടുവന്നു. ഇതെല്ലാം ഒന്ന് ചിന്തിച്ചു നോക്കിയാട്ടെ. ജീവിതയാത്രയിൽ പ്രശ്നങ്ങളാൽ നിറഞ്ഞ ഒരു ജീവിതയാത്ര, അനുകുലുക്കങ്ങളാൽ നിറഞ്ഞ ഒരു ജീവിതയാത്ര, പ്രശ്നങ്ങൾ മുഖരിതമായ ഒരു ജീവിതയാത്ര.
ഇതാണ് ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത്. ഒരിക്കലും ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് അത് സ്മൂത്തായി പോകുന്ന ഒന്നല്ല. ഒന്ന് കഴിയുമ്പോൾ മറ്റൊന്ന്, ഒന്ന് കഴിയുമ്പോൾ മറ്റൊന്ന്. ഇങ്ങനെയാണ് പ്രശ്നമുഖരിതമായ ഒരു ജീവിതമാണ് എന്റെയും നിങ്ങളുടെയും എന്ന് ഇന്ന് പകൽക്കാലം ഓരോ വിശ്വാസികളും മനസ്സിലാക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് വിശ്വാസത്തിൽ ധൈര്യപ്പെടാനും ഉറയ്ക്കുവാനും മുൻപോട്ട് പോകുവാനും ഇടയായിത്തീരുകയുള്ളൂ. ഞാൻ ദൈവമക്കളോടായി ഒരു കാര്യം ധൈര്യത്തിനായിട്ട് പറയട്ടെ. നമ്മളെല്ലാവരും വെള്ളം ചവിട്ടുന്ന തേര് വിടുന്ന ചക്രം കണ്ടിട്ടുണ്ട്. അത് നീരേറ്റുപുറം, എടത്തുവ, തലവടി, പടിഞ്ഞാറൻ പ്രദേശങ്ങളിൽ കേരളത്തിൽ ചെന്നാൽ ഒരു മനുഷ്യൻ അത് കിളത്തിക്കെട്ടിയ ഒരു കമ്പിന്റെ മണ്ടയിൽ കയറിയിരിക്കും, വിലങ്ങിയിരിക്കുന്ന ഒരു കമ്പിൽ. അവന്റെ മുൻപിൽ ഒരു ചക്രമുണ്ട്, അതിന് ജലചക്രം എന്നാണ് പറയുന്നത്. അതായത് വെള്ളം തേകി 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 വിട്ടുകൊണ്ടിരിക്കുകയാണ്. അവൻ ഒരു ചക്രം ഒരു കാലുകൊണ്ട് അതിന്റെ ഇല ചവിട്ടി താഴോട്ട് താക്കുന്നു. അപ്പോൾ മറ്റൊരു ഇല അവന്റെ നേരെ വരും. അവൻ ആ പലക ചവിട്ടി താഴോട്ട് വിടും. വീണ്ടും അവന്റെ നേരെ മറ്റൊരു പലക വരും. അവൻ ചവിട്ടി താഴോട്ട് വിടും. അവൻ സന്ധ്യയ്ക്കിരുന്ന് ചക്രം ചവിട്ടാൻ തുടങ്ങിയാൽ നേരം വെളുക്കുമ്പോഴും ഒരു ഇല അവന്റെ നേരെ നിൽക്കും. അത്രമാത്രം അവൻ ചവിട്ടിയെന്ന് ചിന്തിച്ചു നോക്കുക. പക്ഷേ അത്ര ചവിട്ടിയാലും ഒരു ഇല അവന്റെ നെഞ്ചിന് നേരെ നിൽക്കും. ഇതാണ് ക്രിസ്തീയ ജീവിതം. എത്ര പ്രശ്നങ്ങളെ പരിഹരിച്ചാലും, എത്ര കെട്ടുകൾ അഴിയട്ടെന്ന് പറഞ്ഞാലും, എത്ര ബന്ധനങ്ങൾ പോകട്ടെന്ന് പറഞ്ഞാലും, പ്രൈസ് ദി ലോർഡ്, എന്റെ ജീവിതയാത്രയിൽ ഈ കഴിഞ്ഞ അനേക വർഷങ്ങൾ കെട്ടുകൾ പൊട്ടിക്കുകയും ബന്ധനങ്ങൾ അറിയിക്കുകയും പിതാവിനെ ശാസിക്കുകയും ഒക്കെ ചെയ്യുന്ന അനേക ശുശ്രൂഷകൾ ഞാൻ കണ്ടിട്ടുണ്ട്. ഒരിക്കലും കംപ്ലീറ്റ് ആകത്തില്ല. കാരണം കർത്താവ് പറഞ്ഞു, നിങ്ങൾക്ക് ലോകത്തിൽ കഷ്ടമുണ്ട്, എങ്കിലും ധൈര്യപ്പെടുകയും ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. കൂടെ ഇരിക്കുന്ന ഒരു കർത്താവ് നമ്മോട് കൂടെയുണ്ട്. നമ്മുടെ വഴിയാത്രയിൽ നമ്മളെ സഹായിക്കുന്ന ഒരുവനുണ്ട്. പ്രശ്നങ്ങൾ വരികയില്ലെന്നല്ല, പ്രശ്നങ്ങൾ വരും. പക്ഷേ അതോടുകൂടെ നീക്ക് പോക്കും തരുന്ന ഒരു ദൈവമുണ്ട്. പ്രൈസ് ദി ലോർഡ്. പ്രശ്നങ്ങളോട് കൂടെ തന്നെ നമുക്ക് നീക്ക് പോക്ക് തരുന്ന ഒരു ദൈവമുണ്ട്. പൗലോസിന്റെ ജീവിത യാത്രയിൽ, രണ്ടാം മിഷണറി യാത്രയിൽ 15-ൽ പരം സ്ഥലങ്ങൾ സന്ദർശിച്ച് സഭകളെ സ്ഥാപിച്ച് സുവിശേഷം അറിയിച്ച് യേശു ക്രിസ്തു ദൈവമാണെന്ന് തെളിയിച്ച് അവൻ തന്നെയാണ് മശിഹയാണെന്ന് തെളിയിച്ചോട് പോവുകയാണ്. ഒരിക്കലും അവൻ പിന്മാറുന്നില്ല, ഒരിക്കലും അവൻ മാറിപ്പോകുന്നില്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നമ്മൾ ഏറിയ വർഷങ്ങളായി കേൾക്കുന്ന ഒരു പാട്ടുണ്ട്, ക്രൂശന്റെ മുൻപിലുണ്ട്. പ്രൈസ് ദി ലോർഡ്, ക്രൂശന്റെ മുൻപിലുണ്ട്, ലോകം എന്റെ പിൻപിലാണ്. പ്രൈസ് ദി ലോർഡ്, ക്രൂശന്റെ മുൻപിലുണ്ട്, ലോകം എന്റെ പിൻപിലുണ്ട്. എന്നാൽ ഞാൻ പിന്തിരിയുന്നില്ല, ഞാൻ മുൻപോട്ട് പോവുകയാണ്. ജീവിതത്തിൽ ക്രൂശിനെ മാത്രം നോക്കി ലോകത്തിലേക്ക് പിന്തിരിയാതെ മുൻപോട്ട് പോകുന്ന വിശുദ്ധന്മാരെ ഓർത്ത് ഇന്ന് പകൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ കുടുംബത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കാം, നിങ്ങളുടെ സഭകളിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കാം, രോഗങ്ങൾ ഉണ്ടായിരിക്കാം, പീഡകൾ ഉണ്ടായിരിക്കാം, അതെ, പണത്തിന്റെ പ്രശ്നം ഉണ്ടായിരിക്കാം, ശാരീരിക ക്ലേശം ഉണ്ടായിരിക്കാം. യേശുവിന്റെ നാമത്തിൽ ഞാൻ ഇന്ന് പകൽ കാലവെടിയിടുന്ന എൻ്റെ ആത്മാവിൽ പറയട്ടെ, ഈ പ്രശ്നങ്ങളുടെ തന്ന ദൈവത്തിനായി സ്തോത്രം ചെയ്യുക. അപ്പോൾ പിന്നെയും മുന്നോട്ട് പോകാൻ ദൈവം കൃപ തരും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അതിനായി സ്തോത്രം ചെയ്യുക, ദൈവം പിന്നെയും മുന്നോട്ട് പോകും. ആമേൻ. നമ്മുടെ കയ്യിൽ ഒരു കൊച്ചു ടോർച്ച് ഉണ്ടെങ്കിൽ രാത്രിയിൽ നമുക്ക് ആ ടോർച്ച് അടിച്ചടിച്ച് ഇരുട്ടിൽ യാത്ര ചെയ്യാൻ കഴിയും. നമ്മൾ പുറപ്പെട്ടിടം മുതൽ ചെല്ലുന്നിടം വരെയുള്ള ടോർച്ച് പോലും അത്രയും പ്രകാശം തരത്തില്ല. നമ്മുടെ കാലിന്റെ അവിടുന്ന് 2 അടി 3 അടി അങ്ങോട്ടുള്ള പ്രകാശമേ കിട്ടുന്നുള്ളൂ. അത്രയും മതി. ലീഡ് കൈൻഡ്ലി ലൈഫ്. പ്രകാശമേ എന്നെ നയിച്ചാലും, കർത്താവെ പോകേണ്ട വഴി എനിക്ക് കാണിച്ചു തന്നാലും എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മുൻപോട്ട് പോയാൽ ദൈവം നമ്മെ സഹായിക്കുന്ന ഒരു ദൈവമാണ് എന്ന് ഞാൻ പ്രത്യേകം ഓർപ്പിക്കട്ടെ. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ഈ സ്ഥലങ്ങളെല്ലാം പൗലോസ് സന്ദർശിച്ച് കർത്താവിന്റെ വേലയിൽ അത് പോകുന്ന സമയത്താണ് അക്വിലാസും പ്രിസ്കില്ലയും
തനിക്ക് കൂട്ടായി വരുന്നത്. അവരെ എഫെസോസിൽ താമസിപ്പിച്ച ശേഷമാണ് പൗലോസ് അവിടെ നിന്ന് തിരിച്ച് കൈസരിയിലേക്ക് പോകുന്നത്. ചില നാൾ കഴിഞ്ഞ ശേഷം മൂന്നാം മിഷണറി യാത്ര ആരംഭിക്കുന്ന ഒരു ചരിത്രം അത് സംക്ഷിപ്തമായിട്ട് ഇവിടെ ലൂക്കോസ് എഴുതുന്നുണ്ട്. അത് ഒറ്റ വാക്യത്തിലാണ് എഴുതി വെച്ചിരിക്കുന്നത്. അത് ആദ്യം അത്ര എഴുതിയിട്ടുള്ളൂ. നിങ്ങൾ നോക്കണം, 23-ാമത്തെ വാക്യത്തിൽ സംക്ഷിപ്തമായിട്ട് മൂന്നാം മിഷണറി യാത്ര ആരംഭിക്കുന്നതിന്റെ ഒരു മുഖവരെ എഴുതി വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ എഴുതി വരുന്നത് അലക്സാന്ദ്രിയക്കാരനായ വാഗ്വൈഭവമുള്ള അതേ ആ മനുഷ്യനെ, അപ്പല്ലോസ് എന്ന് പറയുന്ന മനുഷ്യനെ കുറിച്ചാണ്. ഇവിടെ 23-ാം വാക്യത്തിന്റെ പിന്തുടർച്ച വരുന്ന 19-ാം അധ്യായത്തിലാണ്. അതുകൊണ്ട് 23-ാം വാക്യം നിങ്ങൾ 19-ാം അധ്യായത്തിന്റെ ആദ്യയിൽ ചേർത്ത് പഠിക്കണം. അത് മൂന്നാം മിഷണറി യാത്രയെക്കുറിച്ചുള്ള ആദ്യത്തെ അതേ വചനമാണ്. ഈ മൂന്നാം മിഷണറി യാത്ര ആരംഭിക്കുന്നതിന് മുമ്പേ അക്വിലാസും പ്രിസ്കില്ലയും എഫെസോസിൽ താമസിച്ച് വേല ചെയ്യുമ്പോൾ അലക്സാന്ദ്രിയക്കാരനായിരിക്കുന്ന ഒരു മനുഷ്യൻ അവിടെ വന്നു ചേരുവാൻ ഇടയായി തീർന്നു. അദ്ദേഹത്തിന്റെ പേരാണ് അപ്പല്യോസ് എന്ന് പറയുന്ന ഒരു വ്യക്തി. ഈ അപ്പല്യോസ് അവിടെ വന്ന് വാഗ്വൈഭവമുള്ളവനാണ്. അവൻ ക്രിസ്ത്യാനിയല്ല, അവനൊരു യഹൂദനായിട്ട് ക്രിസ്തീയ മാർഗത്തെ കുറിച്ച് അവന് യാതൊന്നും അറിവില്ല. അവൻ യോഹന്നാന്റെ മാർഗത്തെ കുറിച്ച് കേട്ടിട്ടുള്ളവനാണ്. അതുകൊണ്ട് അവൻ പഴയ നിയമ തിരുവെഴുത്തിൽ നിന്ന് അതേ സംസാരിപ്പാൻ ആരംഭിച്ചു. സിസ്റ്റർ 24-ാം വാക്യം മുതൽ താഴോട്ടുള്ള ചില വാക്യങ്ങൾ വായിക്കാം. അലക്സാന്ദ്രിയക്കാരനായി വാഗ്വൈഭവവും തിരുവെട്ടുകളിൽ സാമർഥ്യമുള്ള അപ്പല്ലോസ് എന്നു പേരുള്ള ഒരു യഹൂദൻ എഫെസോസിൽ എത്തി. അവൻ കർത്താവിന്റെ മാർഗത്തിൽ ഉപദേശം ലഭിച്ചവനായിരുന്നു. യോഹന്നാന്റെ സ്നാനത്തെക്കുറിച്ച് മാത്രം അറിഞ്ഞിരുന്നു എങ്കിലും ആത്മാവിൽ എരിവുള്ളവനാകയാൽ അവൻ യേശുവിന്റെ വസ്തുത സൂക്ഷ്മമായി പ്രസ്താവിക്കുകയും ഉപദേശിക്കുകയും ചെയ്തു. അവൻ പള്ളിയിൽ പ്രാഗൽഭ്യത്തോട് പ്രസംഗിച്ചു തുടങ്ങി. അക്വിലാസും പ്രിസ്കില്ലയും അവന്റെ പ്രസംഗം കേട്ടാറെ അവനെ ചേർത്തുകൊണ്ട് ദൈവത്തിന്റെ മാർഗം അധികം സ്പഷ്ടമായി അവന് തെളിയിച്ചു കൊടുത്തു. അവൻ അഖായിലേക്ക് പോകാൻ ഇച്ഛിച്ചപ്പോൾ സഹോദരന്മാർ അവനെ പ്രോത്സാഹിപ്പിക്കുകയും അവനെ കൈക്കൊള്ളേണ്ടതിന് ശിഷ്യന്മാർക്ക് എഴുതുകയും ചെയ്തു. അവിടെ എത്തിയാറെ അവൻ ദൈവകൃപയാൽ വിശ്വസിച്ചവർക്ക് വളരെ പ്രയോജനമായി തീർന്നു. യേശു തന്നെ ക്രിസ്തു എന്ന് അവൻ തിരുവെഴുത്തുകളിൽ തെളിയിച്ച് ബലത്തോട് യഹൂദന്മാരെ പരസ്യമായി കണ്ണിച്ചു കളഞ്ഞു. ആമേൻ, പ്രൈസ് ദി ലോർഡ്. ഈ അപ്പല്യോസ് എന്ന് പറയുന്ന വ്യക്തി അലക്സാണ്ട്രിയയാണ്. അലക്സാണ്ട്രിയ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ആഫ്രിക്കയുടെ നോർത്തൻ ഭാഗമാണ്. പഴയ നിയമത്തിൽ പഴയ ചരിത്രത്തിൽ അലക്സാണ്ട്രിയ എന്ന് പറഞ്ഞിരിക്കുന്നു. പഴയ കാലയളവിൽ പൗലോസിന്റെ കാലയളവിൽ അലക്സാണ്ട്രിയയിൽ അത് ഒരു കോളേജ് ഉണ്ടായിരുന്നു. ഏറ്റവും ശ്രേഷ്ഠമേറിയ നിലയിലുള്ള തിയോളജി പഠിപ്പിക്കുന്ന സ്ഥലമാണ്. അവിടെ നിന്ന് വന്ന ഒരു വ്യക്തിയാണ് ഈ അപ്പല്യോസ് എന്ന് പറയുന്ന വ്യക്തി. അദ്ദേഹത്തിന് ആകെ കൂടെ അറിയാവുന്നത് പഴയ നിയമ തിരുവെഴുത്താണ്. പഴയ തിരുവെഴുത്തിൽ നിന്ന് അദ്ദേഹം സംസാരിച്ചു എന്നാണ് നമ്മളിവിടെ വായിക്കുന്നത്. അവൻ തിരുവെഴുത്തുകളെ കുറിച്ച് എരിവുള്ളവനായിരുന്നു. അവൻ തിരുവെഴുത്തിൽ നിന്ന് സംസാരിച്ചു. വേദപുസ്തകത്തിന് കൊടുത്തിരിക്കുന്ന ഒരു നല്ല പേരാണ് തിരുവെഴുത്ത്. തിരുവെഴുത്ത്. നിങ്ങൾ 19-ാം സങ്കീർത്തനത്തിന്റെ 7 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ എടുത്ത് നോക്കിയിട്ട് തിരുവെഴുത്തിന് പ്രത്യേക പേരുകൾ അവിടെ കൊടുത്തിട്ടുണ്ട്. 19-ാം സങ്കീർത്തനത്തിന്റെ 7 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ ഒന്ന് വായിച്ചേ. 19-ാം സങ്കീർത്തനത്തിന്റെ 7. ന്യായപ്രമാണം തികവുള്ളത്, അത് പ്രാണനെ തണുപ്പിക്കുന്നു. യഹോവയുടെ സാക്ഷ്യം വിശ്വാസമാകുന്നു, അത് അല്പബുദ്ധിയെ ജ്ഞാനിയാക്കുന്നു. യഹോവയുടെ ആജ്ഞകൾ നേരുള്ളവ, അവ ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്നു. യഹോവയുടെ കൽപ്പന നിർമ്മലമായത്, അത് കണ്ണുകളെ പ്രകാശിപ്പിക്കുന്നു. യഹോവ ഭക്തി നിർമ്മലമായത്, അത് എന്നേക്കും നിലനിൽക്കുന്നു. യഹോവയുടെ വിധികൾ സത്യമായവ, അവ ഒറ്റൊഴിയാതെ നീതിയുള്ളവയാകുന്നു. അവ മുന്നിലും വളരെ തങ്കത്തിലും ആഗ്രഹിക്കത്തക്കവ, തേനിലും തേൻകട്ടയിലും മധുരമുള്ളവ. അടിയനും അവയാൽ പ്രബോധനം ലഭിക്കുന്നു.
മതി. അവയെ പ്രമാണിക്കുന്നതിനാൽ മതി മതി മതി. താങ്ക് യു. ഇവിടെ 5 മുതൽ 7 മുതൽ 9 വരെയുള്ള വാക്യങ്ങളിൽ 7 മുതൽ 9 വരെയുള്ള വാക്യങ്ങളിൽ തിരുവെഴുത്തിന് 5 പേരുകൾ കൊടുത്തിട്ടുണ്ട്. തിരുവെഴുത്തിന് 5 പേരുകൾ കൊടുത്തിട്ടുണ്ട്. ആ വേദപുസ്തകം കയ്യിലുള്ളവർ എടുത്തിട്ടുണ്ടെന്ന് നോക്കിയിട്ട് 1 യഹോവയുടെ ന്യായപ്രമാണം, 2 യഹോവയുടെ സാക്ഷ്യം, 3 യഹോവയുടെ ആജ്ഞകൾ, 4 യഹോവയുടെ കൽപ്പന, 5 യഹോവയുടെ വിധികൾ. അപ്പോൾ തിരുവെഴുത്ത് എന്ന് പറയുന്നത് അത് യഹോവയുടെ കൽപ്പനയാണ്, അത് യഹോവയുടെ വിധികളാണ്, അത് യഹോവയുടെ ചട്ടമാണ്. ഇനി 119 സങ്കീർത്തനം നമ്മൾ എടുത്തു നോക്കിയാൽ അനേക പേരുകൾ അവിടെ കൊടുത്തിട്ടുണ്ട്. ഇവയെല്ലാം കൂടെ സംഗ്രഹിച്ചുകൊണ്ട് ഞാൻ പറയട്ടെ, തിരുവെഴുത്തിന്റെ ആകെയുള്ള പേര്, അതെ ശ്രേഷ്ഠമേറിയ പേര്, അതെ 1 അതിന്റെ പേര് യെശയ്യാ 34:16 34:16. യെശയ്യാ 34:16 അവിടെ കൊടുത്തിരിക്കുന്ന പേര് യഹോവയുടെ പുസ്തകത്തിൽ അന്വേഷിച്ച് വായിച്ചു നോക്കുവിൻ, അവയിൽ ഒന്നും കാണാതിരിക്കുകയില്ല, ഒന്നിനും ഇല്ലാതിരിക്കുകയുമില്ല, അവന്റെ വായല്ലോ കൽപ്പിച്ചത്. അത് നമ്മുടെ കയ്യിലിരിക്കുന്ന പുസ്തകത്തിന്റെ പേരെന്താ? യഹോവയുടെ പുസ്തകം. അതിനകത്ത് അത് ആരെഴുതിയത്? അത് യഹോവയുടെ വായ അരുളി ചെയ്തതാണ്. മനുഷ്യന്റെ വായിൽ നിന്ന് ഇറങ്ങിയതല്ല, അത് യഹോവയുടെ വായ അരുളി ചെയ്തതാണ്. അത് ദൈവത്തിന്റെ വിധികളാണ്, അതവന്റെ കൽപ്പനകളാണ്, അതവന്റെ ചട്ടങ്ങളാണ്, അതവന്റെ ന്യായപ്രമാണമാണ്. പ്രൈസ് ദി ലോർഡ്. ഇനി ഇതിന് കൊടുത്തിരിക്കുന്ന മറ്റൊരു പേര് ദാനിയേലിന്റെ പുസ്തകം 10-ാം അധ്യായം 21-ാം വാക്യമാണ്. ദാനിയേലിന്റെ പുസ്തകം 10-ാം അധ്യായം 21-ാം വാക്യം. ഞാൻ 21. എന്നാൽ സത്യഗ്രന്ഥത്തിൽ എഴുതിയിരിക്കുന്നത് ഞാൻ നിന്നെ അറിയിക്കാം, നിങ്ങളുടെ പ്രഭുവായ മീഖായേൽ മതി. അത്രയും വായിച്ചാൽ മതി. അപ്പൊ ഈ പുസ്തകത്തിന്റെ പേരെന്താണ്? സത്യഗ്രന്ഥം. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഇത് യഹോവയുടെ പുസ്തകമാണ്. സത്യഗ്രന്ഥം എന്ന് മലയാളത്തിൽ എഴുതിയിരിക്കുന്നത് വേർഡ് ഓഫ് ട്രൂത്ത് ആണ്. വേർഡ് ഓഫ് ട്രൂത്ത്, സത്യവചനമാണ്, ഗ്രന്ഥമാണ്, യഹോവയുടെ പുസ്തകമാണ്, അവന്റെ വായ അരുളി ചെയ്തതാണ്. 2 തീമോഥെയോസ് 3-ാം അധ്യായം 16-ാം വാക്യത്തിൽ 2 തീമോഥെയോസ് 3-ാം അധ്യായം 16-ാം വാക്യം ഞാൻ കോട്ട് ചെയ്യാം. ആ വാക്യം ഇങ്ങനെയാണ്: എല്ലാ തിരുവെഴുത്തും ദൈവനിശ്വാസ്യമാണ്. എല്ലാ തിരുവെഴുത്തും ദൈവനിശ്വാസ്യമാകയാൽ ദൈവത്തിന്റെ മനുഷ്യൻ തികഞ്ഞവനാകേണ്ടത് ഉപദേശത്തിനും ശാസനത്തിനും ഗുണീകരണത്തിനും നീതിയുടെ അഭ്യാസത്തിനായി പ്രയോജനമുള്ളതാകുന്നു. ഈ വാക്യമൊക്കെ കാണാൻ പഠിക്കേണ്ട വാക്യങ്ങളാണ്. തിരുവെഴുത്ത് മനുഷ്യന് തോന്നിയ പോലെ എഴുതിയിട്ടല്ല. പിന്നെ അതിൻ്റെ അകത്ത് ശല്യം ഉണ്ടാകുന്ന ഈ ടെക്നിക്കൽ പ്രോബ്ലം. രാവിലെ തൊട്ട് രാത്രി മുഴുവനും ഇത് ഇങ്ങനെ ഓണായി കിടക്കുന്ന കമ്പ്യൂട്ടറല്ലേ, അതുകൊണ്ട് അതിനകത്ത് പോയി വരുമ്പോൾ ശല്യം ഇങ്ങനെ അതിന്റെ എറാസ് ഉണ്ടാകും. പ്രൈസ് ദി ലോർഡ്. നമ്മൾ തിരുവെഴുത്തുകളെ കുറിച്ചാണ് പഠിച്ചത്. ഈ അപ്പല്യോസ് തിരുവെഴുത്തുകളിൽ വളരെ പ്രാഗൽഭ്യമുള്ള ഒരു മനുഷ്യനാണ്. എന്ന് പറഞ്ഞാൽ യഹോവയുടെ വചനത്തിൽ, വിശുദ്ധ ഗ്രന്ഥത്തിൽ, ദൈവത്തിന്റെ വായ അരുളി ചെയ്ത വചനത്തിൽ അവൻ നിശ്ചയം പ്രാപിച്ച ഒരു മനുഷ്യനാണ്. ദൈവമക്കൾ ദൈവവചനം വായിക്കണം. ഇത് സത്യഗ്രന്ഥമാണ്, ഇത് തിരുവെഴുത്താണ്, ഇത് യഹോവയുടെ വായ അരുളി ചെയ്തതാണ്. ഇത് നമ്മുടെ ഉപദേശത്തിനും ശാസനത്തിനും ഗുണീകരണത്തിനും നീതിയുടെ അഭ്യാസത്തിനും ദൈവം തന്നിരിക്കുന്നതാണ്. അത് വായിക്കുകയും പഠിക്കുകയും ചെയ്യേണ്ടത് ഏറ്റവും ആവശ്യമാണ്. അപ്പോൾ ഇങ്ങനെ പ്രസംഗിക്കുന്ന ഒരാളിനെ കണ്ടപ്പോൾ അക്വിലാസും പ്രിസ്കില്ലയും അദ്ദേഹത്തെ വീട്ടിൽ വിളിച്ചോണ്ട് വന്നു. ഇവിടെ ചേർത്ത് കൊണ്ടുവന്ന് അവരെ വീട്ടിൽ വിളിച്ചോണ്ട് വന്നു.
കാരണം ഈ സത്യം പറയുന്ന ആളുകളെ കാണുമ്പോൾ, തിരുവെടുത്ത് പ്രസംഗിക്കുന്ന ആളുകളെ കാണുമ്പോൾ അവരോട് നമുക്ക് തന്നെ അറിയാതെ ഒരു പ്രതിപത്തി ഉണ്ടാവും. പക്ഷേ അവരെ വിളിച്ചുകൊണ്ട് വന്നിട്ട് തിരുവെടുത്തിൽ നിന്ന് മശിഹായെ കുറിച്ച് യഥാർത്ഥമായി അവനോട് പറഞ്ഞു കൊടുത്തു. യേശു ക്രിസ്തുവിനെ കുറിച്ച് അവൻ യഥാർത്ഥമായ ഒരു അറിവ് അതുവരെ ലഭിച്ചിട്ടില്ല. യോഹന്നാൻ പറഞ്ഞ കാര്യമേ അവൻ അറിയത്തുള്ളൂ. അവന് പഴയ നിയമ തിരുവെഴുത്തുകൾ അറിയാം. എന്നാൽ ആ തിരുവെഴുത്തുകളിൽ എഴുതിയിരിക്കുന്ന വ്യക്തിയാണ് മശിഹ എന്ന് ഈ അപ്പല്ലോസിന് അത് അക്വിലയും പ്രിസ്കില്ലയും കൂടെ ചേർന്ന് തിരുവെഴുത്തുകളെ അവന് കൊടുത്തു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ തിരുവെഴുത്തുകളെ വ്യാഖ്യാനിച്ചു കൊടുക്കേണ്ടത് നമ്മുടെ ഏറ്റവും ആവശ്യമാണ്. ഒരാൾക്ക് കുറെ സത്യം അറിയാം, പക്ഷെ കുറെ സത്യം അറിയാവുന്നതുകൊണ്ട് അറിഞ്ഞ സത്യത്തിൽ അത് നിൽക്കുകയല്ല, പിന്നെയും അറിയണമെങ്കിൽ മറ്റുള്ളവർ കാര്യങ്ങളെ പറഞ്ഞു കൊടുക്കണം. ഇവിടെ അക്വിലാവും പ്രിസ്കില്ലയും കൂടി ദൈവവചനം പറഞ്ഞു കൊടുത്തു. ആ മനുഷ്യൻ അതെല്ലാം ഗ്രഹിച്ച് ഒരു ശക്തമായ, ഒരു തീഷ്ണതയുള്ളതായ സുവിശേഷകനായി മാറി. ആമേൻ. ഈ രണ്ട് പേരാണ് അദ്ദേഹത്തെ ഒരു നല്ല സുവിശേഷകനായിട്ട് മാറ്റിയത്. അദ്ദേഹം അവിടെ നിന്ന് ആഖായിലേക്ക് പോയി എന്ന് നമ്മൾ വായിക്കുന്നു. അഥവാ മാസിഡോണിയയുടെ തെക്കൻ ഭാഗങ്ങളിലേക്ക് പോയി, കോരിന്തിൽ പോയി, ആ ഏരിയകളിലൊക്കെ സംസാരിച്ചു. അനേക ജീവിതങ്ങൾ അത് കർത്താവിൽ വിശ്വസിപ്പാനിടയായി, അനേകർ കർത്താവിൽ ധൈര്യപ്പെടാനിടയായി. കാലങ്ങൾ കുറെ കഴിഞ്ഞപ്പോൾ അവിടെ ഒരു കൂട്ടം ആളുകൾ അപ്പല്ലോസിന്റെ പക്ഷക്കാരായി, അവിടെ ഒരു കൂട്ടം ആളുകൾ പൗലോസിന്റെ പക്ഷക്കാരായി, അവിടെ ഒരു കൂട്ടം ആളുകൾ യേശുക്രിസ്തുവിന്റെ പക്ഷക്കാരായി. നോക്കണം, ഒരു സ്ഥലത്ത് പലരും വന്ന് പ്രസംഗിച്ചു കഴിഞ്ഞപ്പോൾ ഓരോരുത്തർ അവരവരുടേതായ പ്രാഗൽഭ്യമുള്ളതും വളരെ അടിച്ചു പൊളിച്ച് പ്രസംഗിക്കുന്ന ആൾക്കാർ വന്നു. അപ്പൊ കേട്ടോരുടെ പുറകെ പോയി. ഇത് ഇപ്പം സംഭവിച്ച കാര്യമല്ല, ഒരുപാട് വർഷം മുമ്പ് സംഭവിച്ചത്, 2000 വർഷം മുമ്പ് സംഭവിച്ചതാണ്. അതുകൊണ്ട് ലേഖനം എഴുതിയപ്പോൾ പൗലോസ് അവരോട് ലേഖനം എഴുതിയപ്പോൾ ഇങ്ങനെ എഴുതിയല്ലേ, നിങ്ങൾ പൗലോസിന്റെ പക്ഷക്കാരെന്നും മറ്റൊരുത്തൻ അപ്പല്ലോസിന്റെ പക്ഷക്കാരെന്ന് പറയുമ്പോൾ നിങ്ങൾ സാധാരണ മനുഷ്യരല്ലയോ? നോക്കുക, നിങ്ങൾ സാധാരണ മനുഷ്യരല്ലേ? നിങ്ങൾ ആ ഒരു അസാധാരണ മനുഷ്യരായിരുന്നെങ്കിൽ നിങ്ങൾ ഒരിക്കലും ഞാൻ ഇന്ന അച്ചാച്ചന്റെ അവയല, ഇന്ന അച്ചാച്ചന്റെ അവയലാന്ന് പറയലായിരുന്നു. നിങ്ങൾ സാധാരണ മനുഷ്യരാ. അയ്യോ, എന്നോട് ക്ഷമിക്കണേ, പലർക്കും ദേഷ്യം വരുന്നോ പറഞ്ഞാല്. ചില അങ്ങ് അള്ളിപ്പിടിച്ച് കിടക്കുന്ന പോലെ പറയുന്നത്. വളരെ ചിന്തിക്കണം നമ്മൾ എന്തൊക്കെയാ പറയുന്നത്. ഞാനൊരിക്കൽ കൽക്കട്ടയിലായിരുന്നപ്പോൾ ഒരു മനുഷ്യൻ വന്ന് താൻ ഉൾപ്പെട്ട് നിൽക്കുന്ന സഭയുടെ ശ്രേഷ്ഠതയെല്ലാം പറഞ്ഞേച്ച് എന്നോട് പറഞ്ഞു, ഞാൻ അഭിഷക്തന്റെ കൈക്കീഴിൽ സ്ഥാനപ്പെട്ടത്. ഞാൻ ചോദിച്ചു എവിടാന്ന് ചോദിച്ചു. പിന്നെ എന്നോട് പറഞ്ഞു, ഞാൻ CPM സ്ഥാനപ്പെട്ടതോ. CPM ആരും എന്നോട് പിണങ്ങല്ലേ, ഞാൻ CPM സ്ഥാനപ്പെട്ടെന്ന് പറഞ്ഞു. അതുകൊണ്ട് എന്നോട് ചോദിച്ചു, സാർ എവിടെ സ്ഥാനപ്പെട്ടത്? എന്നെ പാസ്റ്റെന്ന് വിളിക്കുകയില്ല, സാർ എവിടെ? ഞാൻ പറഞ്ഞു, ഞാൻ വെള്ളത്തിലാണ് സ്ഥാനപ്പെട്ടെന്ന് പറഞ്ഞു. പിന്നെ അങ്ങേര് എന്നെ കാണാനേ വന്നിട്ടില്ല. ഞാൻ പറഞ്ഞു ഞാൻ കൈക്കീഴ്, ഞാൻ ഒന്നും പറയാൻ പോയില്ല. പിന്നെ ഈ കൈക്കീഴ് സ്ഥാനപ്പെടുക, ഇന്നടത്ത് സ്ഥാനപ്പെടുക, മറ്റടുത്ത്. ഞാൻ പറഞ്ഞു ഞാൻ വെള്ളത്തിലാണ് സ്ഥാനപ്പെടുന്നത്. പിന്നെ അങ്ങേര് സ്ഥലം വിട്ടോ. നിങ്ങൾ പറയും TV ജോർജിന് ചില പ്രൈസസ് ഒക്കെ. ഈ കാര്യങ്ങളൊക്കെ പൗലോസ് പറഞ്ഞു, ഞാൻ അപ്പല്ലോസിന്റെ പക്ഷക്കാരൻ, ഞാൻ പൗലോസിന്റെ പക്ഷക്കാരൻ, ഞാൻ യേശുവിന്റെ പക്ഷക്കാരൻ. ഇങ്ങനെ പറയുമ്പോൾ നിങ്ങൾ ആത്മികന്മാരല്ലെന്നാണ് പറഞ്ഞത്. ഇവിടെ നിങ്ങൾ സാധാരണ മനുഷ്യരാണ്. അതുകൊണ്ട് അപ്പല്ലോസ് നട്ടു, പൗലോസ് നനച്ചു, ദൈവം വളരുമാറാക്കി, മഹത്വം ദൈവത്തിന് കൊടുക്കുക. അതാ പൗലോസ് പറഞ്ഞത്, മഹത്വം ദൈവത്തിന് കൊടുക്കുക. ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നവൻ ദൈവമാണ്. അപ്പോൾ ഈ അലക്സാന്ദ്രിയക്കാരനായിരിക്കുന്ന അപ്പല്യോസ് ആരാണ്? അപ്പല്യോസ് എന്താണ് വിശ്വസിച്ചിരുന്നത്? അപ്പല്യോസിനെ ആരാണ് വിശ്വാസത്തിലേക്ക് കൊണ്ടുവന്നത്? ആരാണ് സുവിശേഷം പറഞ്ഞു കൊടുത്തത് എന്നൊക്കെയാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ എത്ര വചനം അറിയാമെന്ന് പറഞ്ഞാലും ശരിയായ നിലയിലുള്ളതിന്റെ സത്യം മനസ്സിലാക്കുന്നില്ലെങ്കിൽ തിരുവെഴുത്തിന്റെ പൊരുൾ തിരിച്ചു കൊടുക്കണം. എനിക്കൊരു സത്യം തുറന്നു പറയാൻ മനസ്സുണ്ട്,
അനേക നാളുകളായി ക്രിസ്ത്യാനികളായിരിക്കുന്നവർക്ക് തന്നെ യേശു ക്രിസ്തുവിനെ കുറിച്ച് യഥാർത്ഥമായ അറിവില്ല എന്ന് എനിക്കറിയാം. പ്രൈസ് ദി ലോർഡ്. ക്ഷമിക്കണം, യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള ആഴമേറിയ അറിവില്ല. അവന്റെ ആ ശ്രേഷ്ഠത മനസ്സിലാക്കുവാൻ കഴിഞ്ഞിട്ടില്ല. യേശു ക്രിസ്തു വേദനയെന്ന് എനിക്കെന്നറിയാം, യേശു ക്രിസ്തു മരിച്ചെന്നറിയാം. പക്ഷേ യേശു ക്രിസ്തു മാത്രമാണ് ദൈവം. അവന്റെ ദൈവത്വത്തെ കുറിച്ച്, അവന്റെ ഡിവിനിറ്റിയെ കുറിച്ച്, ക്രൈസ്റ്റിന്റെ ഡിവിനിറ്റിയെ കുറിച്ച്, ക്രിസ്റ്റോളജി ആഴമായി പഠിച്ച് ക്രിസ്തുവിൽ നിലനിൽക്കുവാൻ, അടിസ്ഥാനം ക്രിസ്തുവിൽ ഉറപ്പിക്കുവാൻ ഇന്ന് പകൽക്കാലം ഞാൻ ദൈവജനത്തെ ആഹ്വാനം ചെയ്യുകയാണ്. ക്രിസ്തുവാണ് ദൈവം, അത് രക്ഷിതാവെന്ന് അത് ഇപ്പോൾ അവന് പ്രസംഗിപ്പാനിടയായി. ആരാ അവനെ പഠിപ്പിച്ചത്? അക്കുല്ലാസും പ്രിസ്കല്ലയും അവനെ പഠിപ്പിച്ചു. പ്രസംഗം കേട്ടപ്പോൾ നല്ല പ്രസംഗമാണ് മനസ്സിലായി. പക്ഷെ വിളിച്ചുകൊണ്ട് വന്ന്, സഹോദര, ഈ തിരുവെഴുത്തിനകത്ത് യേശു ക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, ആ യേശു ക്രിസ്തുവിനെ കുറിച്ച് നീ മനസ്സിലാക്കണം എന്ന് ശാന്തമായി പറഞ്ഞു കൊടുത്ത് അവനെ തിരുവെഴുത്തിൻ പ്രകാരം ദൈവവചനത്തിലേക്ക് കൊണ്ടുവരുവാനിടയായി. ആകയാൽ ഇന്ന് പകൽക്കാലം കേട്ടുകൊണ്ടിരുന്ന ദൈവമക്കളെ, ഇത് യഹോവയുടെ പുസ്തകമാണ്, ഇത് സത്യഗ്രന്ഥമാണ്, ഇത് തിരുവെഴുത്താണ്, ഇത് ദൈവത്തിന്റെ നിയമമാണ്. അത് രാപ്പകൽ ധ്യാനിക്കുന്ന പുരുഷൻ ഭാഗ്യവാനാണ്. ഇത് വായിക്കുന്നവർ, വായിച്ചു കേൾപ്പിക്കുന്നവർ, അതിലെഴുതിയിരിക്കുന്നവർ പ്രമാണിക്കുന്നവർ ഭാഗ്യവാന്മാരാണ്. ആകയാൽ ഇന്ന് പകൽക്കാലവും നമുക്ക് കുറെ കൂടെ ദൈവവചനം കേൾക്കുവാനിടയായല്ലോ. അത് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എനിക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. നിങ്ങളുടെ പ്രാർത്ഥന അപേക്ഷിച്ചുകൊണ്ട് എന്റെ വാക്കുകളെ ഞാൻ ചുരുക്കുന്നു. കർത്താവ് നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. കർത്താവിന് മഹത്വം. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. ഹല്ലേലൂയ. രണ്ടാം മിഷണറി യാത്രയുടെ അവസാന ഭാഗത്തേക്കാണല്ലോ നാം വന്നത്. കർത്താവിന്റെ ദാസൻ വളരെ വിശദമായി ഓരോ സ്ഥലത്ത് സംഭവിച്ചതായ കാര്യങ്ങളെ കുറിച്ച് വ്യക്തമായി കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മെ പഠിപ്പിക്കുകയുണ്ടായി. വചനം നമ്മൾക്ക് വളരെ അനുഗ്രഹമായി തീർന്നതിനാൽ ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ആസിയയിലേക്ക് പോവാൻ തീരുമാനിച്ചപ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വിലക്കുണ്ടായി എന്ന് പറഞ്ഞു. ഒടുവിൽ മക്കതോന്യ വിളി ഉണ്ടായി, മക്കതോന്യയിൽ വന്നു. ദൈവത്തിന് സ്തോത്രം. അവിടെ മുതൽ ബരോവ, ആദൻസ്, അഥേന എന്നുള്ള സ്ഥലങ്ങളിലൊക്കെ കടന്നുപോയി. ദൈവവചനം നിഷേധിക്കുന്നവരുണ്ടായിരുന്നു, ദൈവവചനം സ്വീകരിക്കുന്നവരുണ്ടായിരുന്നു. മക്കതോന്യയിൽ ചെന്നപ്പോൾ ദൈവവചനത്തെ അവർ നിഷേധിച്ചു. ബരോവയിൽ വന്നപ്പോൾ അത് സ്വീകരിച്ചു. അഥേനയിൽ വന്നപ്പോൾ അവർക്ക് അതൊരു ഹാസ്യമായി തീർന്നു. പക്ഷേ എന്തെല്ലാം പ്രതികൂല സാഹചര്യങ്ങൾ എവിടെയെല്ലാം ഉണ്ടെങ്കിൽ തന്നെയും കർത്താവിന്റെ ദാസൻ സുവിശേഷം അറിയിക്കുന്നതിൽ പിന്മാറിയിട്ടില്ല. എല്ലാം ഏതെല്ലാം പ്രതികൂലങ്ങളോ പ്രശ്നങ്ങളോ അടിയോ നിന്നയോ അപമാനമോ ഉണ്ടായിട്ടും തന്റെ ഏക ആഗ്രഹം എന്താണെന്ന് ചോദിച്ചാൽ സുവിശേഷം അറിയിക്കണം, ആത്മാക്കൾ രക്ഷപ്പെടണം, ദൈവസഭ ഉടലെടുക്കണം. ദൈവത്തിന് സ്തോത്രം. ഏതെല്ലാം പ്രതികൂല സാഹചര്യത്തിൽ കൂടെ കടന്നുപോയാലും ദൈവത്തിന്റെ ദൈവമേ, നമുക്ക് ലഭിക്കേണ്ട ഒരു വസ്തുതയുണ്ട്. നാം ആയിരിക്കുന്ന സ്ഥാനങ്ങളിൽ, നമ്മെ അയക്കുന്ന സ്ഥാനങ്ങളിൽ, നാം കടന്നു പോകുന്ന സ്ഥാനങ്ങളിൽ ഒരേ ഒരു ആഗ്രഹം ഉണ്ടായിരിക്കണം. ആരോടെല്ലാം സുവിശേഷം അറിയിക്കുവാൻ അത് അറിയിക്കുവാനുള്ള ഒരു വലിയ താല്പര്യം, ഹല്ലേലൂയ, ദൈവത്തിന്റെ ആത്മാവിൽ കൂടെ മാത്രമേ നമുക്കത് ലഭിക്കത്തുള്ളത്. ആഗ്രഹിക്കുന്ന ആത്മാക്കളെ തൃപ്തിപ്പെടുത്തുന്ന ദൈവമാണ്. ദൈവത്തിന് സ്തോത്രം. തന്റെ ഏക ആഗ്രഹം, ഹല്ലേലൂയ, കല്ലേറ് കൊണ്ടാലും ഉപദ്രവമേറ്റാലും അടി കൊണ്ടാലും ജയിലിൽ കിടന്നാലും, ഹല്ലേലൂയ, തന്റെ ഹൃദയത്തിന്റെ ആഗ്രഹം, ഹല്ലേലൂയ, ഏത് സാഹചര്യത്തിലും, ഹല്ലേലൂയ, ദൈവത്തിന് വേണ്ടി നിൽക്കുവാൻ സുവിശേഷം യേശു തന്റെ രക്ഷിതാവ്, ഹല്ലേലൂയ, യേശു ദൈവപുത്രനാണെന്ന് വെളിപ്പെടുത്തി, ഹല്ലേലൂയ, ജനത്തെ രക്ഷയിലേക്ക് നടത്തുവാൻ, ഹല്ലേലൂയ, കൊടുത്ത വലിയ ദൈവകൃപയ്ക്കായി ഞാൻ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അന്ത്യോക്യയിൽ വന്നപ്പോൾ നമുക്കറിയാമല്ലോ, ഹല്ലേലൂയ, ദൈവത്തിന്റെ ആത്മാവ്, ഹല്ലേലൂയ, കർത്താവ് തന്നെ രാത്രിയിൽ ദർശനത്തിൽ വെളിപ്പെടുത്തി, നീ ഭയപ്പെടരുത്, നീ പ്രസംഗിക്കണം, മൗനമായിരിക്കരുത്. ഹല്ലേലൂയ, ഇവിടെ നിന്നെ ആരും ഉപദ്രവിക്കത്തില്ല. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം.
ആലോചന പറഞ്ഞു നമ്മെ ധൈര്യപ്പെടുത്തുന്ന ദൈവത്തിന്റെ ആത്മാവിനായി സ്തോത്രം. ഈ പട്ടണത്തിൽ എനിക്ക് അനേക ജനമുണ്ട്, പ്രവൃത്തി ഇന്നലെ കൊണ്ട് എനിക്ക് ജയിക്കുവാനുണ്ടെന്നുള്ളത് വെളിപ്പെടുത്തി കൊടുത്ത് അല്ലെങ്കിൽ ശബ്ദമായി നിന്ന് അല്ലെങ്കിൽ കർത്താവിന് വേണ്ടി പ്രവർത്തിപ്പാൻ കർത്താവിന്റെ കടന്നുപോയിടത്തെല്ലാം ഹല്ലേലൂയ എവിടെയെല്ലാം കടന്നുപോയോ ഹല്ലേലൂയ ഓരോരുത്തരെ പ്രതീക്ഷിക്കാത്ത നിലയിൽ ഹല്ലേലൂയ ഒരിടത്തു നിന്ന് പുറത്താക്കിയെങ്കിൽ സൈഡിൽ വാതിലുകളെ തുറന്ന ഹല്ലേലൂയ പള്ളിപ്രമാണിയെ രക്ഷയിലേക്ക് നടത്തുവാൻ ദൈവത്തിന് സ്തോത്രം. എല്ലാത്തിനും കാരണമുണ്ട്. ഹല്ലേലൂയ ദൈവത്തിന്റെ വൈദ്യലെ പ്രശ്നങ്ങൾ ഉണ്ടായാൽ ആ മലകളെടുത്ത് ഹല്ലേലൂയ കടന്നു പോകുന്നെങ്കിൽ അവിടെ ചിലരെ ദൈവം ഒരുക്കിയിട്ടുണ്ട്. ദൈവശബ്ദം നടത്തുവാൻ മാനസാന്തരത്തിലേക്ക് നടത്തുവാൻ അത് പൗലോസിൽ കൂടെ മാത്രമേ നടക്കത്തുള്ളൂ. അതുകൊണ്ട് ആ സ്ഥലത്തേക്ക് അയച്ച് ചില വ്യക്തികളെ കുടുംബങ്ങളെ ഹല്ലേലൂയ ദൈവത്തിലേക്ക് നടത്തുവാൻ ദൈവത്തിന്റെ ദൈവത്തിന്റെ പദ്ധതിയുണ്ട്. ദൈവത്തിന്റെ സ്തോത്രം. ദൈവവചനത്തെ കുറിച്ച് നാം കേട്ടല്ലോ. ഹല്ലേലൂയ ന്യായപ്രമാണത്തിന്റെ കൽപ്പനയാണ്. അത് ദൈവത്തിന്റെ ആലോചനയാണ്, ദൈവത്തിന്റെ സാക്ഷ്യമാണ്. ഹല്ലേലൂയ അത് കണ്ണുകളെ ഹല്ലേലൂയ പ്രകാശിപ്പിക്കുന്നതാണ്, ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നടത്തുന്നതാണ് ദൈവത്തിന്റെ വചനം. ഹല്ലേലൂയ ഈ വചനം ചെല്ലുന്നിടത്തെല്ലാം ഹല്ലേലൂയ കുരുടായിരിക്കുന്ന അവസ്ഥയ്ക്ക് കാഴ്ച കൊടുക്കുന്ന ദൈവത്തിന്റെ വചനത്തിനായി ഹല്ലേലൂയ ഏത് പ്രതികൂല സാഹചര്യങ്ങളും ക്രിസ്ത്യ ജീവിതം ഒരിക്കലും ഹല്ലേലൂയ സ്മൂത്ത് ആയിട്ടുള്ളൊരു യാത്രയല്ല. ഉണ്ടാകും, ഇടർച്ചയുണ്ടാകും, പ്രതികൂലം ഉണ്ടാകും, ഹല്ലേലൂയ പീഡനം ഉണ്ടാകും. ഹല്ലേലൂയ ദൈവത്തിന് സ്തോത്രം. അത് ഏത് കാലത്തും എല്ലാ കാലത്തും ഉണ്ടായിട്ടുള്ള ഒരു സംഭവമാണ്. ഹല്ലേലൂയ നമ്മുടെ കർത്താവിനെ പീഡിപ്പിച്ചെങ്കിൽ തന്റെ പിന്നെ ഈ ലോകത്തിൽ നിങ്ങൾ കഷ്ടമുണ്ടെങ്കിലും ലോകത്തെ ഹല്ലേലൂയ നടുവിൽ കൂടെ യാത്ര ചെയ്താലും നമ്മെ ജീവിക്കുന്നത് നമ്മളെ കൊണ്ട് ചെയ്യിക്കുവാനുള്ള കർത്താവ് നമ്മളെ കൊണ്ട് നിവർത്തിച്ചതിന് മാത്രമേ ഈ ലോകത്തിൽ നിന്ന് നമ്മെ എടുക്കുകയുള്ളൂ. ഇന്ന് രാത്രി ഇന്ന് പകൽക്കാലം നമ്മെ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. നമുക്ക് വഴിയെ കാട്ടിത്തരുന്ന ഒരുവനുണ്ട്. ഹല്ലേലൂയ മുൻപോട്ട് യാത്ര ചെയ്യുവാൻ കഴിയാതെ പ്രതികൂലങ്ങളായി നിൽക്കുമ്പോൾ അതിന്റെ നടുവിലും നമുക്ക് വേണ്ടി വഴികളെ തുറക്കുന്ന ഒരു നല്ല കർത്താവുണ്ട്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കാം ദൈവവചനം. ഹല്ലേലൂയ കുറിച്ച് കേട്ടല്ലോ. ഹല്ലേലൂയ യഹോവയുടെ പുസ്തകത്തിൽ വായിച്ചു നോക്കുവീൻ. ഹല്ലേലൂയ ഇണയൊന്നും ഇല്ലാതിരിക്കയില്ല. ഹല്ലേലൂയ യഹോവയുടെ വായല്ലോ കൽപ്പിച്ചത്, അവന്റെ ആത്മാവല്ലയോ ഇതിനെ കൂട്ടിച്ചേർത്തത്. ദൈവത്തിന് സ്തോത്രം. ഇത് ജീവനും ചൈതന്യവും ഉള്ളവനാണ്, മനുഷ്യ ജീവിതങ്ങളെ രൂപാന്തരപ്പെടുത്തുന്നതാണ്. എത്ര കാഠിന്യമുള്ള ഹൃദയമായിരുന്നാലും ഹല്ലേലൂയ മാംസളമാക്കി തീർക്കുന്ന ദൈവത്തിന്റെ വചനം ഹല്ലേലൂയ രൂപാന്തരപ്പെടുത്തി ദൈവസന്നിധിയോട് അടുപ്പിക്കുന്ന ദൈവവചനത്തിന്റെ ശക്തി പിന്നെയും ദേശത്തെങ്ങും വിളങ്ങി കേൾക്കുവാൻ കർത്താവിടെയാക്കട്ടെ. ദൈവത്തിന് സ്തോത്രം. അനുഗ്രഹിക്കപ്പെട്ട ദൈവിക ആലോചനകൾക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പിന്നെയും കർത്താവ് ധാരാളമായി ബലപ്പെടുത്തി ആരോഗ്യത്തോടെ ആയുസോടെ നോക്കി പിന്നെയും നമ്മുടെ കർത്താവിൽ കൂടി വന്ന് ദൈവത്തിനും സൂചിച്ച് എല്ലാവർക്കും കാരണമായി തീരുവാനിടയായി തീരട്ടെ. പരിശുദ്ധ ദൈവമേ സ്വർഗ്ഗപിതാവേ ഞങ്ങൾ നിനക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഈ നല്ല പകൽക്കാലത്തും അവിടുത്തെ തിരുവചനം ഞങ്ങൾക്ക് ശ്രദ്ധിപ്പാൻ ഹല്ലേലൂയ നിന്റെ സാക്ഷ്യവചനങ്ങളെ കേൾക്കുവാൻ ഹല്ലേലൂയ ഞങ്ങളുടെ ജീവിതത്തിന് ചൈതന്യമായി തീരുന്ന ഞങ്ങളുടെ ആത്മീയ കണ്ണുകളെ തുറക്കുന്നതാകയാൽ കർത്താവേ ഞങ്ങൾ നിനക്ക് ഹല്ലേലൂയ ജനത്തിന് അനുഗ്രഹമാക്കി തീർത്തതിനാൽ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. പിന്നെയും തുടരുമാനം ഞങ്ങൾ ഏൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷ നിറപടിയായി ചെയ്യുവാൻ കർത്താവ് കൃപ തരണമേ. ക്ഷീണിച്ചു പോകാതെ മടുത്തു പോകാതെ ദൈവവചനത്തിന്റെ ശക്തിയാൽ നിറയപ്പെട്ടവരായി ആത്മീയ കാഴ്ചപ്പാടുള്ളവരായി ആത്മാവിന്റെ നിയോഗമുള്ളവരായി കർത്താവ് ഞങ്ങളോട് കൽപ്പിക്കുന്നത് ചെയ്യുവാൻ ഹല്ലേലൂയ ഒരുക്കമുള്ളവരായി തീരുവാൻ ഞങ്ങളുടെ ജീവിതങ്ങളെ ദൈവസേനയിൽ സമർപ്പിക്കുന്നു. കർത്താവേ ഞങ്ങൾ വെളിപ്പാകേണ്ടത്, ശുദ്ധീകരിക്കപ്പെടേണ്ടത്, രൂപാന്തരപ്പെടേണ്ടത് എവിടെയാണെന്നുള്ളത് ഈ ദിവസങ്ങൾ വചനത്തിൽ കൂടെ വെളിപ്പെടുത്തി തന്ന് അങ്ങയുടെ വചനത്തെ അനുസരിക്കുന്ന വീരന്മാരായി തീരുവാൻ കർത്താവ് ഞങ്ങൾക്ക് കൃപ തരേണ്ടതിനായി ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ കുഞ്ഞുങ്ങളെ കുടുംബങ്ങളെ എല്ലാം കർത്താവ് അനുഗ്രഹിച്ചുകൊണ്ട് ലൈനിലായിരിക്കുന്ന എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. തുടർന്നും കർത്താവേ ഹല്ലേലൂയ പ്രാർത്ഥന ലീഡ് ചെയ്യുന്ന കർത്താവിന്റെ ദാസിയെ അനുഗ്രഹിക്കണമേ. എല്ലാവരും ആത്മാവിൽ ആരാധിപ്പാൻ
ജനത്തെ ഒരുക്കേണ്ടതിനായി ഞങ്ങൾ ഇതിനോട് പ്രാർത്ഥിക്കുന്നു. അത്ഭുതങ്ങളുടെ ദിവസമായി മാറ്റപ്പെട്ട് ഞങ്ങളുടെ കുടുംബങ്ങളിൽ, ഞങ്ങളുടെ ജീവിതങ്ങളിൽ, ഞങ്ങളുടെ കുഞ്ഞുങ്ങളിൽ വലിയ അത്ഭുതം നടക്കട്ടെ കർത്താവേ. ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ വിഷയത്തിന്മേലും ദൈവത്തിന്റെ പ്രവൃത്തി കണ്ട് സന്തോഷിക്കുക. കർത്താവിടിയാക്കുന്നതിനാൽ നന്ദിയോടെ സ്തോത്രം. സകല മഹത്വം ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കട്ടെ കർത്താവേ. പ്രാർത്ഥന കണ്ടതിനാൽ സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ. കർത്താവേ, സ്വർഗ്ഗപിതാവേ, ഈ പകൽക്കാലത്തിനായി ഞങ്ങൾ വീണ്ടും അങ്ങേ സ്തുതിക്കുന്നു. ഞങ്ങൾക്ക് ദൈവത്തിന്റെ വചനത്തിന് മുമ്പിൽ ഇരിപ്പാനിടയാക്കിയായി സ്തോത്രം. ഒരു വൈഷ്ണവയാത്രയ്ക്ക് വേണ്ടി ഇറങ്ങി പുറപ്പെട്ടപ്പോൾ തന്റെ ആഗ്രഹത്തിലേടത്ത് പ്രസംഗിക്കണം എന്നുള്ളതാണ്. എന്നാൽ ദൈവാത്മാവ് അതിനെ തടഞ്ഞു. ദൈവാത്മാവ് ദർശനം കൊടുത്തു. കർത്താവെ, ഇതുപോലെ ഞങ്ങളുടെ ജീവിതത്തിൽ ദൈവം ദർശനം തന്നെ ഞങ്ങളെ നടത്തണമേ കർത്താവെ. ജീവിതത്തിൽ പ്രശ്നങ്ങൾ അനേകമുണ്ട്. കഴിഞ്ഞ കാലങ്ങളിൽ നിരവധി പ്രശ്നങ്ങളുടെ നടുവിലൂടെ അടിയനും കടന്നുപോയി. കർത്താവെ, പ്രിയപ്പെട്ടവരൊക്കെ കടന്നു പോകുന്നവരാണ്. അന്നെങ്കിലും ഞങ്ങളെ താങ്ങി നിർത്തുന്ന ദൈവകൃപയ്ക്കായി സ്തോത്രം. കർത്താവെ, പാസ്റ്റർ പറഞ്ഞതുപോലെ പൗലോസിന്റെ ജീവിതത്തിൽ ഒറ്റ ആഗ്രഹമേ ഉള്ളൂ, സുവിശേഷം പ്രസംഗിക്കണം. താൻ പറഞ്ഞു, അയ്യോ ഞാൻ സുവിശേഷം പ്രസംഗിക്കുന്നില്ല എങ്കിൽ എനിക്ക് അയ്യോ കഷ്ടമെന്ന്. നിർബന്ധം എന്റെ മേൽ കിടക്കുന്നു. നിർബന്ധത്താൽ താൻ ഇറങ്ങിപ്പോയി പ്രവർത്തിച്ചത് പോലെ അടികളാണെങ്കിലും കല്ലേറാണെങ്കിലും ജയിൽവാസമാണെങ്കിലും പഴികളാണെങ്കിലും നിന്നയാണെങ്കിലും ഒന്നും വകവെക്കാതെ കർത്താവിന് വേണ്ടി നിലനിന്നതുപോലെ ഈ നാളുകളിൽ കർത്താവിന് വേണ്ടി നിലനിൽപ്പാൻ ഞങ്ങളെ ഓരോരുത്തരെയും ധൈര്യപ്പെടുത്തണമേ കർത്താവ്. സത്യഗ്രന്ഥത്തിൽ എഴുതിയിരിക്കുന്നത് അതുപോലെ വിശ്വസിപ്പാനുള്ള കൃപ ഞങ്ങൾക്ക് തരണമേ കർത്താവേ. ഇത് സത്യഗ്രന്ഥമാണ്, ഇത് തിരുവെഴുത്താണ്, ദൈവത്തിന്റെ വചനമാണ്. അതുപോലെ വിശ്വസിച്ച് ചെയ്യുവാനുള്ള കൃപ ഞങ്ങൾക്ക് തരണമേ കർത്താവേ. ഇന്ന് പകൽക്കാലം ലൈനിൽ വന്ന് ആരെങ്കിലും രോഗികളായിരിക്കുന്നെങ്കിൽ, മാനസികമായി ഭാരപ്പെടുന്നെങ്കിൽ, അതേ ഭാരത്താൽ വ്യാകുലപ്പെടുന്നെങ്കിൽ, ഒരു മനുഷ്യൻ ചട്ടം ചവിട്ടുന്ന പോലെ കിടന്ന് ഭാരപ്പെടുന്നെങ്കിൽ, ഇന്ന് പകൽക്കാലം യേശുവിന്റെ നാമത്തിൽ അവരോടാണ് ദൈവം അവരുടെ ഭാരത്തിൽ നിന്ന്, കഷ്ടങ്ങളിൽ നിന്ന് അവരെ വിടുവിക്കണമേ കർത്താവേ. ഒരു വലിയ വിടുതൽ ഈ ലൈനിൽ ഉണ്ടാകട്ടെ. അതിലേക്ക് പ്രാർത്ഥനയ്ക്കായി കടന്നു വന്നവരുടെ ജീവിതത്തിൽ ഒരു ഉദ്ധാരണം ഉണ്ടാകട്ടെ. അവരുടെ കൈകളിൽ നിന്ന് കൊട്ട വിട്ടൊഴിയട്ടെ. അവരുടെ ചുമലിൽ നിന്ന് ചുമട് മാറട്ടെ. യേശുവിന്റെ നാമത്തിൽ അവർ വിടുതൽ ഉണ്ടായി തീരട്ടെ കർത്താവേ. തുടർന്നുള്ള ആരാധനയിൽ ഞങ്ങളെ സഹായിക്കും. പുത്രനെ മഹത്വപ്പെടുത്തും. യേശുവിൻ നാമത്തിൽ യാചിക്കുന്നു. പിതാവേ, കേൾക്കുമാറാകണമേ. ഉണ്ട്. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. നമുക്കൊന്നിച്ച് പ്രാർത്ഥിക്കാം. കർത്താവേ, നല്ല ദൈവമേ, ഈ നല്ല പകൽക്കാലത്തിനായി ഞങ്ങൾ നന്ദി പറയുന്നു. ഈ പകൽ സമയം വചനത്തിന് മുന്നിൽ ഞങ്ങളെ തന്നെ താഴ്ത്തിയെടുത്തിരിക്കുന്നു കർത്താവേ. ദൈവം തന്ന വചനം, ഹല്ലേലൂയ, സുവിശേഷം അറിയിക്കുവാൻ, ഹല്ലേലൂയ, ധൈര്യത്തോടെ കഷ്ടമോ നഷ്ടമോ ഏത് രോഗമോ ദുഃഖമോ എന്ത് വന്നാലും എന്റെ കർത്താവിന്റെ പാദം ചെയ്തുകൊണ്ട് നിൽക്കുവാൻ ഞങ്ങളെ ബലപ്പെടുത്തലായി സ്തോത്രം. ദേവദാസനെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കും. രണ്ടുപേരും കർത്താവേ, ദേവദാസൻ രണ്ടുപേരും സ്വർഗ്ഗകരങ്ങൾ ഏൽപ്പിക്കുന്നപ്പ ശന്തരാദികൾ കഥ വചനമാ തക്ക സമയത്ത് ഞങ്ങൾക്ക് പ്രബോധിച്ചു വരുവാൻ സ്വർഗത്തിലെ ദൈവം ഞങ്ങൾക്ക് വലിയ സ്നേഹത്തിനായി സ്തോത്രം ചെയ്ത് കർത്താവേ. ഹല്ലേലൂയ. ഇതാനാമന ഹംദര. ദൈവം തന്റെ ഭക്തന്മാരെ സൂക്ഷിക്കുന്നത് ഓർക്കുമ്പോൾ നന്ദിയോടെ സ്തോത്രം ചെയ്ത് കർത്താവേ. തോന്നുന്ന ചുമട് എടുത്തു മാറ്റുമ്പോൾ ഹല്ലേലൂയ, പരിശുദ്ധാത്മാവിന്റെ ശക്തി ഞങ്ങളെ നടത്തുന്നതിനാ ഞങ്ങൾ ദൈവത്തിന് നന്ദി പറയുന്നു. ഹല്ലേലൂയ. വിമാനാവ സന്തരാദികൾ കഥ. നിന്റെ ജീവിതത്തിൽ കഷ്ടമുണ്ട്, ധൈര്യപ്പെടുക. ലോകത്തെ ജയിച്ച ജയവീരൻ നമ്മോട് കൂടെ ഉള്ളതിനാ ഞാൻ എന്റെ ദൈവത്തിന് നന്ദി പറയുന്നു കർത്താവേ. ദൈവത്തിന്റെ വചന ശുശ്രൂഷയ്ക്കകത്ത് പല സ്ഥലങ്ങൾ യാത്ര ചെയ്യുമ്പോൾ പല പ്രയാസങ്ങളും കഷ്ടങ്ങളും ജീവിതത്തിൽ വരുമ്പോൾ ഒന്നും ഭയപ്പെടാതെ കർത്താവ് നമ്മൾ വഴികാട്ടിയായി കൂടെയുള്ളതിനാൽ ഞാൻ എന്റെ ദൈവത്തിന് നന്ദി പറയുന്നു. കർത്താവ് ബൈബിളിൽ എഴുതിയിരിക്കുന്ന വേദ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് ഹല്ലേലൂയ ഒന്നും നമുക്ക് കാണാതിരിക്കാൻ സകലതും അതിനകത്തുണ്ടല്ലോ കർത്താവേ. സന്തര തിരുവചനം വിശ്വസിക്കുക, അത് യോഗ്യമാവണം, വിശ്വസിക്കത്തക്കവണമാണല്ലോ തിരുവചനമുള്ളത്. ഹല്ലേലൂയ. അതിനാൽ ഞങ്ങൾ ദൈവത്തിൽ നന്ദി പറയുന്നു കർത്താവേ. ഇന്ന് ഈ ഉച്ചയായ സമയത്ത് ദൈവത്തിന്റെ വാദപീഠത്തിലേക്ക് ഞങ്ങൾ അടുത്തു വരുന്നു. ഞങ്ങൾ അങ്ങേ ആരാധിക്കാൻ പോവുക കർത്താവേ. ഞങ്ങൾ അങ്ങേ സ്തുതിക്കാൻ പോവുക. റിക്കമനഹരം സകല ഭൂവാസികളുമായുള്ളവരെ ഹോവയ്ക്ക് ആർപ്പഴുകയും സന്തോഷത്തിൽ ഹോവയെ സേവിപ്പീൻ, സംഗീതത്തോടെ അതിന്റെ സന്നിധിയിൽ വരുവീൻ. യഹോവ തന്നെ ദൈവം എന്നറിയുവീൻ. അവൻ നമ്മെ ഉണ്ടാക്കി, നാം അവനുള്ളവനാകിയാൽ ഹല്ലേലൂയ നാം അവന്റെ ജനവും അവന്റെ നാടുകൾ തന്നെ. അവന്റെ വാദികൾ സ്തോത്രത്തോടും അവന്റെ പ്രകാരങ്ങൾ സ്തുതിയോടും കൂടെ വരുവീൻ. അവൻ
അവന് സ്തോത്രം ചെയ്യുകയും ഹല്ലേലൂയ അവന്റെ നാമത്തെ വാഴ്ത്തുകയും ഹോവ നല്ലവനല്ലോ അവന്റെ ദയ എന്നേക്കുമുള്ളത് അവന്റെ വിശ്വസ്ത തലമുറയോളം ഇരിക്കുന്നു. ഇന്ന് പകൽക്കാലം ഞങ്ങൾ ഒന്നിച്ച് കർത്താവിനെ ആർപ്പിടുകയാണ്. ഈ ബാലഭാഷം ആരാധിക്കാൻ പോകുമ്പോൾ ദൈവത്തിന്റെ ശക്തി ഹല്ലേലൂയ രോഗികളായി ദേവദാസൻ പ്രാർത്ഥിച്ച പോലെ രോഗികളായി ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ കൊട്ട വിട്ടൊഴിയുന്നവരായി തീരട്ടെ. അഭിഷേകത്തിന്റെ ശക്തി ഇവിടെ മേൽ വ്യാപരിക്കട്ടെ. അവരുടെ ഭാരങ്ങളെടുത്ത് മാറ്റട്ടെ. കർത്താവ് അത്ഭുത സൗഖ്യം കൊടുക്കണം. ഞങ്ങൾ ആരാധിക്കുമ്പോൾ അത്ഭുതം കർത്താവിനോട് സംസാരിക്കാൻ പോകുമ്പോൾ എന്റെ ദൈവത്തിന്റെ കൃപ ഞങ്ങളുടെ മേൽ വ്യാപരിച്ച് ഇത് ആളുമാറിവരെ പോലെ അഭിഷേകത്തിന്റെ തീ ഹല്ലേലൂയ ആ പരിശുദ്ധാത്മാവിന്റെ കൃപ അവരുടെ മേൽ വ്യാപരിക്കട്ടെ. ഓരോ കുടുംബങ്ങളെ ദൈവം അനുഗ്രഹിക്കണമേ. ഉച്ചയായ സമയത്ത് ആഹാരം കഴിക്കാൻ ആൾക്കാരുണ്ട് കർത്താവെങ്കിലും അതെല്ലാം മാറ്റിവെച്ചിട്ട് എന്റെ നമ്പുരാന്റെ പാദവിടം മുത്തുന്ന തന്റെ കുഞ്ഞുങ്ങളെ ദൈവം അനുഗ്രഹിക്കണം. ധാരാളം അനുഗ്രഹിക്കണമേ. ആർക്കും ദൈവം കടക്കാരനല്ല. എന്റെ ദൈവം അത്ഭുതം ചെയ്യാൻ പോകുന്ന സ്തോത്രം. നമുക്ക് ഒന്നിച്ച് കർത്താവിനെ ആരാധിക്കാം. ഈ പ്രളയിലെ ഒരു പ്രാവശ്യം കൂടെ ദൈവകരങ്ങൾ ഏൽപ്പിക്കുന്നു. ദൈവദാസന്മാര് എന്ന് പറഞ്ഞാൽ രാവിലെ മുതൽ രാവിലെ വരെ പ്രാർത്ഥിക്കുന്നവരുടെ മക്കൾ ഹല്ലേലൂയ ദൈവവചനം ഘോഷിക്കുന്ന ദൈവദാസന്മാർ അവരുടെ കുടുംബങ്ങളെ അവരുടെ കുഞ്ഞുങ്ങളെ ടെസ്റ്റിമണി പറയുന്നവര് പ്രബോധിപ്പിക്കുന്നവരെ എല്ലാവരും സ്വർഗ്ഗകരങ്ങളിൽ ഏൽപ്പിക്കുന്നു. കർത്താവ് നിന്റെ സാന്നിധ്യത്താൽ ഓരോരുത്തരും നിറയ്ക്കണം. ഞങ്ങൾ ആരാധിക്കാൻ പോകുമ്പോൾ സ്വർഗത്തിന്റെ കൃപ ഞങ്ങളുടെ കൂടെ ഇരുന്ന് ആത്മാവിൽ ഞങ്ങൾ ആരാധിക്കണം. പരിശുദ്ധാത്മാവിൽ ഞങ്ങൾ ആരാധിക്കണം. ദൈവത്തിന്റെ ആത്മശക്തി ഞങ്ങളുടെ മേൽ പകരണം. അഭിഷേകം പ്രാപിക്കാത്തവര് ദൈവ ആത്മശക്തിയാൽ നിറയ്ക്കുമാറാകണം പ്രാർത്ഥിക്കുന്നു. ദൈവം അവരോട് സംസാരിക്കണമേ. കർത്താവേ നീ ആർക്കും കടക്കാരനല്ലോ. എന്റെ ദൈവം ഇന്ന് ചെയ്യണമേ. ചോദിക്കുന്നവരും നിനക്കുന്നവരും അത്യന്തപരമായി നടത്താൻ ശക്തനെന്ന് ദൈവത്തിന്റെ വചനം പറയുമ്പോൾ ഞങ്ങൾ വിശ്വസിച്ച് ദൈവപാദപീഠത്തിലെത്തുന്നു. കർത്താവ് അത്ഭുതം ചെയ്താട്ടെ. ഞങ്ങൾ നമുക്കൊന്നിച്ച് ആരാധിക്കാം. കരങ്ങൾ അടിച്ച് നിനക്ക് ദൈവദാസൻ രാവിലെ പറഞ്ഞു കരങ്ങൾ അടിച്ചാൽ എന്താണ് സംഭവിക്കുന്നതെന്ന്. യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ ശത്രു വിട്ടോട് നമ്മളെ ഹല്ലേലൂയ നമ്മളുടെ ഉള്ള ഏത് അന്ധകാര പോരുകളും മാറിപ്പോയി ദൈവാത്മശക്തി വെളിപ്പെടും. ഹല്ലേലൂയ ദൈവത്തിന്റെ ശക്തി പുറപ്പെടുക. ഇതിനെ നമുക്കൊന്നിച്ച് ആരാധിക്കാം. അന്യഭാഷ നമുക്ക് ആരാധിക്കാം. ഹല്ലേലൂയ ഹല്ലേലൂയ